നമസ്കാരം. എനിക്ക് തൊട്ടു മുന്നിലുള്ളത് പെരിയാർ പുഴയാണ്. പെരിയാറിൻ്റെ ഒഴുക്ക് പലപ്പോഴും കനത്തും മെലിഞ്ഞൊഴുകുന്ന പെരിയാർ പോലെ നമുക്കൊരു നാടനുണ്ടായിരുന്നു. 1979-80 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ ആരംഭം കുറിച്ചൊരു നടൻ. 80കളിൽ ഏതാണ്ട് 1980-ൽ തന്നെ ഏതാണ്ട് 12-ലധികം മലയാള സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് അദ്ദേഹം തമിഴ് സിനിമയിൽ പോയി ഡയറക്ടറായി, നിർമ്മിതാവായി. പിന്നീട് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ മലയാളികൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം, നിർമ്മിതാവാണ്. അദ്ദേഹം 14ാമത്തെ പടമാണ് ഇനി സംവിധാനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തതയുള്ളൊരു അതിഥിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ശ്രീ പ്രതാപ് pothen. നമസ്കാരം സർ. നമസ്കാരം സാർ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ഞാൻ 1980-ലാണ് തകര പുറത്തിറങ്ങുന്നത്. 80-ൽ സാറ് 12 സിനിമകൾ അഭിനയിച്ചു മലയാള സിനിമയിൽ. ഒരുപക്ഷെ അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നടനായിരുന്നു താങ്കൾ. എന്ന് പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അതെ, എന്ന് വെച്ചാൽ ഞാൻ തമിഴും ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പടം ആരവമായിരുന്നു, രണ്ടാമത്തെ തകരയായിരുന്നു. തകര തീരുന്നതിന് മുമ്പേ ബാലമഹേന്ദ്ര എന്നെ വന്ന് അഴിയാതെ കുളങ്ങളിൽ വിളിച്ചു. അങ്ങനെ അഴിയാതെ കുളങ്ങളും തകരയും കണ്ട് ബാലചന്ദ്രൻ എന്നെ വിളിച്ചു, പിന്നെ മഹേന്ദ്രൻ, പിന്നെ അങ്ങനെ ഒരു ഐ വാസ് വെരി ബിസി. ഐ മീൻ റണ്ണിങ് ബിറ്റ്വീൻ പിക്ചേഴ്സ് ആൻഡ് പിക്ചേഴ്സ്. അങ്ങനെ ഒരു മാഡ്നസ് ആയിരുന്നു അത്. 80-81 കാലഘട്ടത്തിലായിരുന്നു ഒരു പക്ഷേ ഏറ്റവും അധികം നടനെന്ന നിലയിൽ തിരക്ക്. അപ് ടു ദി അപ്പോൾ താങ്കൾ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ താങ്കളുടെ പിതാവിന് പിന്നീട് ചില സാമ്പത്തികമായ തിരിച്ചടികൾ, കോടതി കേസുകളൊക്കെ വരേണ്ടത്. അപ്പോൾ താങ്കൾ മുംബൈയിൽ പോയി ജോലി ചെയ്തു. 400 രൂപ മാസം ശമ്പളത്തിൽ ജോലി ചെയ്തു, കോപ്പി റൈറ്ററായിട്ട്. ഒരു വലിയൊരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരാളുടെ ആഘാതം, അതാണ് താങ്കളെ സിനിമയിൽ എത്തിച്ചത് എന്ന് പറയാമോ? ഇല്ല, എനിക്ക് സിനിമയായിട്ട് യുനോ, ഞാൻ സ്കൂളിലിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ ബ്രദർ സിനിമ എടുക്കാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛന് സിനിമയെ പറ്റി വലിയ അഭിപ്രായമില്ലായിരുന്നു. ആൻഡ് അന്നത്തെ കാലത്ത് സിനിമ വാസ് ലുക്ക് ഡൗൺ അപ്പോൾ. അപ്പം എനിക്കെപ്പോഴും സിനിമ ഉണ്ടാക്കണമെന്ന്, യുനോ, ടു ബി എ പാർട്ട് ഓഫ് സിനിമ. എനിക്കറിയാമായിരുന്നു. ഞാൻ സ്കൂളിലിരുന്നപ്പോഴാണ് എൻ്റെ ഫൈനൽ ഇയറിലെ അശ്വമേധം എൻ്റെ ബ്രദർ എടുത്തത്. അപ്പോൾ എനിക്കൊരു ഇതയച്ചു തന്നു പോസ്റ്റിൽ. ആ പേപ്പറിൽ അശ്വമേധം ഒന്ന് കാണിച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണിച്ചിട്ട് എൻ്റെ ബ്രദറായി എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഗ്രേറ്റ്നെസ് ഫീൽ ചെയ്തു. അപ്പം ആൻഡ് എനിക്കെപ്പോഴും സിനിമയിൽ കയറണം എന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഞാൻ ആക്ടറാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്കൾ 5-ാം വയസ്സിൽ താങ്കളെ ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ, ലൗഡയിൽ ലോറൻസ് സ്കൂൾ കൊണ്ടാക്കി. താങ്കൾ ഒരിടത്ത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഇറ്റ് വാസ് ക്രിമിനൽ, ദാറ്റ് വാസ് ദ വേർഡ് യു യൂസ്ഡ്. അത്ര 5 വയസ്സുള്ളൊരു കുട്ടിയെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്ന് താങ്കൾ പറഞ്ഞു. എന്ന് വെച്ചാൽ 5 വയസ്സിൽ നമ്മൾ ഒരു ബോർഡിംഗ് സ്കൂളിൽ പോയാൽ ഇറ്റ്സ് എ വെരി ലോൺലി ഫീലിംഗ്. അന്നത്തെ കാലത്ത് യുനോ ഒരു ലെറ്റർ വരാൻ പോലും ഇത്രയും നേരം എടുക്കും. ആൻഡ് ആ സമയത്ത് ഐ ഫീൽ എനിക്കൊരു 5 വയസ്സുള്ള കൊച്ചുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ട് ബോർഡിംഗ് സ്കൂളിൽ വിടത്തില്ല. ടെറിബിൾ ഫീലിംഗ്. പക്ഷേ അന്നത്തെ കാലത്ത് മൈ ഫാദർ ഫെൽറ്റ് ദറ്റ് ബീയിങ് ട്രിവാൻഡ്രത്തിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവൻ അവിടെ പോയി വളരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സിനെ പോലെ ആവും, അല്ലെങ്കിൽ ഉഴപ്പും. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ആക്കി. അച്ഛന് സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഒരു കോടതി കേസ് ഉണ്ടായി. അപ്പം അത് എന്തായിരുന്നു അവസാനം, എങ്ങനെയായിരുന്നു? ഏത്? അത് നമ്മുടെ പ്രോപ്പർട്ടീസിലെല്ലാം അറ്റാച്ച് ചെയ്തായിരുന്നു, സെയിൽസ് ടാക്സിൽ. ബിഫോർ ദ കേസ് 25 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജയിച്ചത്. നമ്മൾ ജയിച്ചു. 25 വർഷം എടുത്ത ആ കോർട്ട് കേസ്. ദാറ്റ് മീൻസ് ഇൻ 96 or 97 we won the cases. And government had to give us a refund back. We won the case. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് വിജയിച്ചത്. You become richer. I mean, I became comfortable at least. താങ്കളുടെ പിതാവിന് വ്യവസായം മാത്രമായിരുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ചില
വീക്ഷണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പി കൃഷ്ണപിള്ളയുടെയൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. All communist leaders and EMS ആണെങ്കിലും ടി വി തോമസ്, ഗൗരി തോമസ്, പിന്നെ ഫ്രം ഓൾ ദ ഗ്രേറ്റ് ഇൻ്റലക്ച്വൽസ് എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. എവിടെയായിരുന്നു സാറിൻ്റെ അച്ഛൻ്റെ വീട്? അച്ഛൻ്റെ വീട് ഏത് വീട്ടിലാണ്? ട്രിവാൻഡ്രത്തായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് മാറിയപ്പോൾ. ചെങ്ങന്നൂരാണ് അമ്മയുടെ വീട്? അമ്മയുടെ വീട് പൂവത്തൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു വീട്? തിരുവനന്തപുരത്ത് എനിക്ക് ഓർമ്മയില്ല. നന്നുകൂടെ എന്തിനും എൻ്റെ സിസ്റ്ററിന് ബെറ്ററായിട്ട് അറിയാം ആ കാലഘട്ടത്തിൻ്റെ പോക്ക്. അപ്പം ഒരുപാട് പേര് സഖാവ് കൃഷ്ണപിള്ള നമ്മുടെ വീട്ടിലായിരുന്നു ഒളിവിൽ ഒരുപാട് കാലം. പപ്പായ ഭയങ്കര സ്നേഹമായിരുന്നു. ആൻഡ് സ്ലോലി മൈ ഫാദർ ബിക്കെയിം എ മാർക്സിസ്റ്റ്. വെൻ ഹി ബിക്കെയിം മാർക്സിസ്റ്റ് ആയപ്പോൾ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ചേർച്ചയിൽ നിന്ന് ഒരുപാട്. ഏത് വർഷമാണ് എനിക്ക് ഓർക്കാൻ കഴിയില്ല. അതെല്ലാം എൻ്റെ സിസ്റ്റർ ഫുൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇറ്റലിയിലായിരുന്നു സാധനങ്ങളൊക്കെ. നിങ്ങൾ 5 പേരല്ലേ? 5 പേര്. 2 ബ്രദേഴ്സ്, 2 ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്. ഇപ്പം ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ ബാലൻസ്. ഞാൻ ജസ്റ്റ് വന്നു. ഷീ സ്റ്റഡീഡ് ഇൻ യൂണിവേഴ്സിറ്റി കോളേജ്. BSc ബോട്ടണി. ഏത് കൊല്ലമാണെന്ന് അറിയാം? എനിക്ക് ഓർമ്മയില്ല. Your father's political. Then he became a Marxist. He was one of the first, he was the treasurer of the Marxist Party also, early treasurer of the Marxist Party. And he was treasurer in the sense organizationally? No, organization. Supporting the finance. In the organization. I mean, in the organization. He was in the organization. അപ്പോൾ വെൻ ഹി ലെഫ്റ്റ്, ഒളിവിലായിരുന്നു ഒരുപാട് കാലം. ജയിലിലായിരുന്നു, ഒളിവിൽ മദ്രാസിലായിരുന്നു. മദ്രാസിൽ എഗ്മോറിലായിരുന്നു താമസിക്കുന്നത്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ, അങ്ങയുടെ അച്ഛൻ്റെ മുഴുവൻ പേരെന്താണ്? കൊളത്തിങ്കൽ ജോസഫ് പോത്തൻ. കൊളത്തിങ്കൽ ജോസഫ് പോത്തൻ. അതിനുശേഷം അദ്ദേഹം മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തോടൊരു വിട പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരുന്നു അറിയാം? ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആൻഡ് പ്ലസ് പേഴ്സണൽ ഡിഫറൻസസ്, കണക്ഷൻ ഡിഫറൻസസ്. അത് പുള്ളിക്കാരൻ he was a man of his own. പിന്നീട് അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു കേരള കോൺഗ്രസ് came about. അതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ആർ ശങ്കർ asked my father for 2 Mercedes-Benz chassis. ആ ലെറ്റർ ബ്ലിറ്റ്സ് ലീക്ക് ഔട്ട് ചെയ്തു. ബിക്കോസ് മൈ ഫാദേഴ്സ് റിപ്ലൈ വാസ്, ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഈസ് ആസ്കിങ് ഫോർ 2 Mercedes-Benz chassis. അത് ആരാണ്ട് പിടിച്ച് ബ്ലിറ്റ്സിലങ്ങ് അടിച്ചു. ബ്ലിറ്റ്സ് ബോംബെ ഇറങ്ങുന്ന പത്രം. ബ്ലിറ്റ്സ് ബോംബെ പത്രം. സോ ഇറ്റ് ബിക്കേം ബിഗ് പ്രോബ്ലം. ആൻഡ് KM George my father knew, and Shankar was out to get him because of that. He thought my father leaked the letter. Oh, yes. So we had KM George come there, and the Kerala Congress Party started with that, with his money and with people like KM George, E. John Jacob, all these people. എല്ലാവരും നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ശങ്കറും KM ജോർജുമായിട്ടുള്ള ആ ഒരു ഭിന്നതയിൽ താങ്കളുടെ അച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. പാർട്ടിയുടെ തുടക്കവും അതിൻ്റെ സാമ്പത്തികമായ സഹായവും. ഈവൻ മിസ്റ്റർ Mani sir would have, he might agree or not agree, but the truth is that my brother Mohan Pothen had a lot to do with his rise to power. പിന്നീട് കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി ഉള്ള ബന്ധം ദുർബലപ്പെടുകയുണ്ട്. My father never joined the Kerala Congress. എൻ്റെ അമ്മ കേരള കോൺഗ്രസിലോട്ട് മാറി. എൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു. അമ്മയുടെ പേരെന്താണ്? പൊന്നമ്മ പോത്തൻ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സാറിന് കേരള കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലും? ഇല്ല. If you ask me, I'm apolitical to these, regional, parties. If you tell me, if you ask me, I'm more of a Marxist in thought and mind. In which you are a political animal, actually, basically. Yeah, I can see more sense in a Marxist party organization than regional parties who are more, religion oriented and, things like that, caste oriented politics. Okay, I'm not for that. Yes. അതുപോലെ താങ്കൾ BA എക്കണോമിക്സ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BA എക്കണോമിക്സ് ആകും.
അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത് അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് 15 വയസ്സായപ്പോൾ മരിച്ചു. അതിന് ശേഷമാണ് ഞാൻ കോളേജിലൊക്കെ പോകുന്നത്. എൻ്റെ 10th സ്റ്റാൻഡേർഡിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. I joined economics actually. എനിക്ക് ഫിലോസഫിയിൽ അഡ്മിഷൻ കിട്ടിയത്, പക്ഷേ ഇറ്റ് വാസ് സ്റ്റൈലിഷ് ടു ഗോ ടു economics on those days. So philosophy ആരും പോകുന്നു വെച്ചാൽ I got myself changed to economics. And business is okay. We were a big business family. What kind of business? We were telco dealers for the whole of Kerala. Telco. And also my father was, he was also... ഒരു ചോദ്യം കൂടി. താങ്കളുടെ അച്ഛന് നിയമസംബന്ധമായ കോടതി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ടാക്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. 2 തരം രാഷ്ട്രീയ ധാരകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ സഹായിച്ചിരുന്നു? No, Lord, see, ഇത് വന്നത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ്. See, because no one had the guts to raise my father. Because you're a proud son. Yes, I am a proud son. And even the കിടാവിളക്ക് for the വിമോചന സമരം അങ്കമാലിയിൽ നിന്ന് കൊണ്ടുപോയ കിടാവിളക്ക് was donated by my father. I feel that proud. വിമോചന സമരത്തോട് അച്ഛൻ്റെ അതേ നിലപാട് തന്നെയാണ് മകനും ഇപ്പോൾ ഉള്ളത്? വിമോചന സമരത്തോട് അച്ഛൻ്റെ ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ മകൻ? അന്നത്തെ കാലത്ത് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അതിൻ്റെ ഒരു ഇത്. ബട്ട് ഹി വാസ് ഏബിൾ ടു മേക്ക് എ മൂവ്മെൻറ്റ് അഗേൻസ്റ്റ് ബ്രിങ്ങിങ് ദ മാർക്സിസ്റ്റ് പാർട്ടി ഡൗൺ. It was a legally elected Marxist party. You still are a Marxist in heart? In heart means... yes, I do feel some of the Marxist principles. പക്ഷേ വിമോചന സമരത്തെ പിന്തുണച്ച ഒരാളുടെ മകൻ എന്ന നിലയിൽ പാർട്ടി താങ്കളോട് പ്രതികരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ? Marxists are not that way. Marxists are never that way. E.M.S. Nuripad, all these were great people. They were intellects. Sagav T. Krishna were intellectual, very, very intellectual. അവരിൽ നിന്ന് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു പേരിൽ, വിമോചന സമരത്തിൻ്റെ പേരിൽ അച്ഛൻ പിന്തുണച്ചു എന്നുള്ള രീതിയിൽ? No, but politics, when you're playing politics and when you're up against bigger figures, and now you tend to make enemies. It's a part of the... and you're a businessman. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 80-ലാണ് ശരിക്കും തകര വരുന്നത്. അപ്പോൾ താങ്കളൊരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതൊരു ഭരതനെ സംബന്ധിച്ചും നെടുമുടിയെ സംബന്ധിച്ചും അതോടൊപ്പം താങ്കളെ സംബന്ധിച്ചും ഒരു ഡു ഓർ ഡൈ തിങ് ആയിരുന്നു. അതോടൊപ്പം താങ്കൾ മറ്റൊന്നും കൂടി പറയും. താങ്കളൊരു അന്യതാബോധം ആ സെറ്റുകളിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഊട്ടിയിൽ പഠിച്ചു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഹിപ്പി എന്ന് വിളിക്കപ്പെടുന്ന കാലമായിരുന്നു. അപ്പോൾ വേവ് ലെങ്ത്, താങ്കളുടെ വേവ് ലെങ്തിലുള്ള ആൾക്കാർ അന്നത്തെ സെറ്റുകളിൽ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ഈ പുതിയ കാലഘട്ടത്തിൽ 2010 ശേഷം പല പടങ്ങളിലും അഭിനയിക്കുമ്പോൾ ചെറുപ്പക്കാരുമായിട്ട് നന്നായിട്ട് സിങ്ക് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? See, അന്നത്തെ കാലത്ത് when I got into cinema, I was only 25. 25 വയസ്സേ ഉള്ളായിരുന്നു. And the only, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകൾ ഒന്നും ഭാരതൻ, ബിക്കോസ് എന്നെ ഒരു ആക്ടറായിട്ട് കാണാൻ പറ്റി. പുള്ളിക്കാരൻ ഞാൻ ജീൻസും ഈ ലോങ് ഹെയർ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ had the guts to cast me in as കൊക്കരക്കോ in ആരവം. ആരവം 7 നില പൊട്ടി. I was ആരവത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അതിൽ നെടുമുടി വേണമായിരുന്നു ഹീറോ. ഞാനൊരു ചെറിയ ക്യാരക്ടറായിരുന്നു കൊക്കരക്കോ. ബട്ട് ഭരതൻ, ഈവൻ ദോ അത് പൊട്ടിയിട്ടും he was adamant that അടുത്ത പടം ഞാൻ പ്രതാപിനെയും ബീനുവിനെയും വെച്ചേ എടുക്കത്തുള്ളൂ. അപ്പോഴാണ് പത്മരാജൻ ഇത് എഴുതിക്കൊണ്ടിരുന്നത്, തകര ആസ് എ നോവലറ്റ്. ഞാൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ അഡ്വർടൈസിംഗ് എന്നൊക്കെ പറയുന്നത്. പത്മരാജൻ എൻ്റെ ബ്രദറിന് വേണ്ടി എഴുതാൻ വരുമ്പോൾ ഐ ഗോ ആൻഡ് പിക്ക് അപ്പ് ആൻഡ് നമ്മൾ, ബിക്കോസ് പുള്ളിക്കാരനോട് ഈസി ആയിട്ട്, ഹി ഈസ് വെരി വെൽ റെഡ്. അപ്പം ഞാനും വെൽ റെഡ്. So those days we spent discussing, the Alexandria Quartet, Lawrence Durrell, and Marquez, and എല്ലാം, അല്ല. അപ്പോൾ ഇവിടെ വേറൊരു ലോകം അപ്പോൾ നിലവിലുണ്ട്. അതായത് സത്യനും നസീറും മധുവും ഷീലയും ഒക്കെ അഭിനയിക്കുന്ന ഒരു ലോകം, നാടൻ ആൾക്കാർ. അപ്പോൾ താങ്കൾ ബൈസൈക്കിൾ തീവ്സൊക്കെ കൊച്ചുനാളിലെ സ്കൂളുകളിലൊക്കെ കണ്ട അനുഭവ സമ്പത്തുള്ള ആൾ, പാശ്ചാത്യ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾ.
അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു കൊളിഷൻ ഓഫ് കൾച്ചേഴ്സ് അതുകൊണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ബിക്കോസ് മാത്രമല്ല ഈ സാങ്കേതിക വിദഗ്ധരെല്ലാം ആ ഒരു മൗഡിൽ നോ വൺ എൽസ് ടു ടോക്ക് ടു. ഓക്കെ, ഒരു ബാലുമഹേന്ദ്ര ഉണ്ടായിരുന്നു, ഒരു കമൽഹാസൻ ഉണ്ടായിരുന്നു, വെൽ റെഡ് ആൻഡ് വാസ് ആർട്ടിക്കുലേറ്റ് അറ്റ് ദാറ്റ് ടൈം. സെറ്റുകളിലൊക്കെ ഒറ്റയ്ക്കായിരുന്നു. ഐ യൂസ് ടു, അപ്പോൾ ഇതൊന്നും ഫോണൊന്നും ഇല്ലല്ലോ, അപ്പോൾ സോ റീഡിങ് ആയിരുന്നു മിക്കവാറും. ഐ കുഡ് നോട്ട് ജെൽ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിക്കോസ് മൈ ബാക്ക്ഗ്രൗണ്ട് വാസ് ഡിഫറെൻറ്റ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻറ്റ്. ഈ സത്യനും മധുവൊക്കെ ആയിട്ട് പരിചയമുണ്ടായിരുന്നു. നസീർ സാർ ഓഫ് കോഴ്സ്, ഇവർ എൻ്റെ വീട്ടിൽ നസീർ സാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അതും ഞാൻ ആക്ച്വലായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഇവിടെ ഹരിപ്പോത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. നദി ഇവിടെ ആലപ്പുഴയിലാണ് ഷൂട്ട് ചെയ്തത്. ഈ പുഴയിലാണ് ഷൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പോഷർ ആൻഡ് ഐ ഫൗണ്ട് ഐ യൂസ് ടു സിറ്റ്. അത് 69. അപ്പോൾ സോ ഇറ്റ് വാസ് അപ്പോൾ വിൻസെൻ്റ് മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. മൈ ഫസ്റ്റ് എക്സ്പോഷർ ടു ഫിലിംസ്. ബട്ട് പക്ഷേ ഐ യൂസ് ടു നസീർ സാർ ആൻഡ് ടോക്ക് ടു ഹിം അബൌട്ട്, അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിരുന്നു, ജൂലിയസ് സീസറിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ. സോ നസീർ സാർ യൂസ് ടു കീപ് മീ ബൈ ദ സൈഡ് ആൻഡ് ആസ്ക് മീ ടു ടോക്ക് ടു മീ. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു ചിന്തയില്ലായിരുന്നു സിനിമയിൽ വരുമെന്ന്. ബിക്കോസ് ഞാനൊരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരുന്നു. So you were training to become a businessman at that time? Not really. I didn't know. ഞാനൊരു spoiled rich man's son ആയിരുന്നു. So spoiled ആയിരുന്നു child എന്നല്ലേ? Yes, I was spoiled because my father gave me everything I wanted. Yeah. So then you become spoiled. When you come home for ഒരു 3 മാസമേ വീട്ടിൽ വരത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ കുറ്റബോധമുണ്ട്. So they used to, I used to get everything I wanted my way. അച്ഛൻ ലാളികയൊക്കെ ചെയ്യുമായിരുന്നു അതോ? പിന്നെ എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അല്ലാതെ സാധാരണ നമ്മൾ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകായിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന ബോർഡിങ്ങിൽ മക്കളെ തള്ളിയിട്ട് പോകുന്ന അങ്ങനെ ഒരു അച്ഛനായിരുന്നു. നല്ല സ്നേഹം. He was a great man. A really great man. അപ്പോൾ അന്നത്തെ സിനിമകളിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മൂടുപനിയിൽ അഭിനയിക്കുമ്പോൾ താങ്കൾ ശോഭയോട് കൂടെ കടൽ തീരത്തോട് ഓടുന്ന ഒരു രംഗമാണ്. അതിൽ താങ്കളുടെ കൈ പോകുന്നത് ശരിക്കും തകര കൈയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പടങ്ങളിലും ഞാൻ തകര ആ റോളിൽ കയറിയ ഫോർ മീ ഒരുപാട് നേരം കൊടുക്കുക ആ റോളിൽ നിന്ന് വെളിയിൽ വരാൻ, അതിൻ്റെ മാനറിസംസ് ഇതൊക്കെ ബിക്കോസ് വി ആർ ഡൂയിങ് ബാക്ക് ടു ബാക്ക് പിക്ചേഴ്സ്. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതിൽ നിന്ന് ഇറങ്ങാൻ. ഒരുപക്ഷെ ഖസാക്കിൻ്റെ ഇതിഹാസം സിനിമയാക്കിയിരുന്നെങ്കിൽ താങ്കളെ അപ്പുക്കുളി തേടി വന്നേനെ. ഐ ഹോപ്പ് സോ. അന്നത്തെ ഒരു രീതി വെച്ചു എല്ലാ സിനിമയിലും താങ്കൾ പൊതുവിലൊരു മാനസികപരമായിട്ടുള്ള ഒന്നുകിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗി അല്ലെങ്കിൽ അല്പം എക്സെൻട്രിക്. പക്ഷെ താങ്കളുടെ ഒരു മോഹം ഭയങ്കരമായിട്ട്, അതായത് ഒരു മെയിൻ സ്ട്രീമിലെ ഒരു ഇപ്പോൾ ബെൻസിനെ തന്നെ മുമ്പ് പറഞ്ഞ സിനിമ അയാളും ഞാനും തമ്മിൽ ഞാൻ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. അങ്ങ് വളരെ ആവേശത്തോടെ എനിക്കങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, ഒരു ജന്മം സഫലമായി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ ചില നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ അവതരിപ്പിക്കുന്നവർ അവർ അത്തരത്തിലുള്ളൊരു കുറ്റബോധം, അല്ലെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടണം, എനിക്ക് നല്ല ആളുകളുടെ മുന്നിൽ ജനകീയമായ ഒരു സാധനം കിട്ടണം എന്നുള്ളൊരു പ്രകടിപ്പിച്ച് കാണാറില്ല. താങ്കൾ അത് എനിക്ക് വളരെ വ്യത്യസ്തമായി പോയി. താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ താങ്കൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വലിയ ജന്മസാഫല്യം പോലെ ഒരു റോളായിരുന്നു എന്ന് വെച്ചാൽ സാധാരണമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യും എല്ലാവരും. ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഇസ് എ നോർമൽ തിങ്. അപ്പം ഞാൻ 22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞിട്ടാണ് അയാൾ ഞാനും എനിക്ക് കിട്ടുന്നത്. സോ ഐ വാസ് സർപ്രൈസ്ഡ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു റേപ്പിസ്റ്റ് റോളാണ് കിട്ടേണ്ടത്. പക്ഷേ പറഞ്ഞു പോകാൻ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചില്ല. ഐ തോട്ട് റേപ്പിസ്റ്റ് മീൻസ് another rapist റോൾ. അപ്പോഴാണ് നമ്മളെ ഇതിന് വിളിക്കുന്നത് അയാൾ ഞാൻ. ആൻഡ് it was a change of role for me. I never realized that role would reach the audience. ഇത്രയും റീച്ച് ഒന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഒരു സങ്കല്പം, ഈ നായകന്മാരൊക്കെ ഈ നല്ലവരാണെന്നുള്ള ഒരു ധാരണ പെട്ടെന്ന് പടരും. കാര്യം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു. വില്ലന്മാരെല്ലാം മോശക്കാരാണ്, അവർ മോശം കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു സിനിമയിൽ. അപ്പോൾ സിനിമ തന്നെയാണ് ജീവിതം എന്ന് കരുതുന്നവരാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു 10-70% ആൾക്കാർ. they don't make a differentiation as such. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഒരു നല്ല കഥാപാത്രങ്ങൾ. താങ്കൾ ഒരുപാട് പടങ്ങൾ നിർമ്മിച്ചു, താങ്കൾക്ക് അത് ചെയ്യാമായിരുന്നില്ലേ സ്വന്തം നിലയിൽ? No, I don't act in the pictures
ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഞാൻ ആക്ട് ചെയ്യത്തില്ല. പക്ഷേ ഐ നീഡ് എ വെരി ഗുഡ് ഡയറക്ടർ. മാത്രമല്ല താങ്കളുടെ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ താങ്കൾ മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യാമായിരുന്നു. എനിക്ക് നല്ല റോള് തരണം, ഒരു ഗുഡ് ക്യാരക്ടർ. പക്ഷെ താങ്കൾ ചെയ്ത ഞാൻ അങ്ങനെ ക്യാരക്ടേഴ്സിന് പിന്നാലെ പോയിട്ടില്ല. ആൻഡ് ഈവൻ ഇൻ മലയാളം ഇറ്റ് ടുക്ക് ചാമരം ടു ചേഞ്ച് ദാറ്റ് ഇമേജ്. വേറാസ് തമിഴ്നാട്ടിലാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് അഴിയാതെ കുളങ്ങൾ കെയിം വിച്ച് ഇസ് എ വെരി സിമ്പിൾ റോൾ, സ്മോൾ റോൾ. പിന്നെ ആ മൂടുപനിയും ബർമയും നിറം സിനിമ വരുന്നത്. മൂടുപനി വാസ് എ ഹോമിസൈഡൽ റോൾ, സൈക്കോപാത്ത്. ബർമയും നിറം സിനിമ ഒരു എക്സെൻട്രിക് ക്യാരക്ടർ. ഈ രണ്ടും ഒരേ സമയത്താണ് റിലീസ് ചെയ്യുന്നത് ആ ദീപാവലിയിൽ. നാച്ചുറലി പീപ്പിൾ ബട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ നെഞ്ചത്തേക്കില്ലാതെ ചെയ്തു. ദാറ്റ്സ് എ സൈലന്റ് ലവ്, ദാറ്റ് ഇസ് ഷോൺ ഓഫ് എനി എക്സെൻട്രിസിറ്റി. അതും നല്ലോണം ഓടി, അതും കിട്ടി. ദെൻ പന്നീർ പുഷ്പങ്ങൾ, ദാറ്റ് ഐ എം എ ടീച്ചർ ഇൻ ദാറ്റ്. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ തകരയിൽ താങ്കളുടെ ശബ്ദമാണ്. അത് നന്നായിട്ട് ആ ക്യാരക്ടറുമായിട്ട് ഒത്തുപോകുന്നുണ്ട്. മാത്രമല്ല ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സൗണ്ടാണ്. പക്ഷേ താങ്കൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കലണ്ടർ പോലെയൊക്കെയുള്ള സിനിമകളിൽ 2009 താങ്കളെ ചീറ്റ് ചെയ്തു, താങ്കൾ ശബ്ദം കൊടുത്തില്ല. ഡബ്ബിംഗ്, തന്മാത്ര, ഓൾ ദീസ് എനിക്ക് മലയാളം ഓൺലി ഭരതൻ ഇൻസിസ്റ്റ് ചെയ്തു ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്ന്. ബിക്കോസ് ഹി ന്യൂ ദ ക്വാളിറ്റി ഓഫ് മൈ വോയിസ്. അത് നമ്മൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ അറിയാം നമ്മൾ വി ഗിവ് എ ഹാർട്ട് ഫോർ ഇറ്റ്. ഇപ്പോൾ നോക്കുമ്പോൾ പീപ്പിൾ ലൈക്ക് മൈ വോയിസ്. അത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ എല്ലാവർക്കും. മുമ്പേ ഈ കച്ചവടക്കാർ മാത്രമേ അറിയത്തുള്ളൂ നിൻ്റെ വോയിസ് BNCയിൽ ഇഷ്ടമല്ല, മറ്റേതിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സോ ദേ യൂസ് ടു ഡബ് മൈ വോയിസ്. എനിക്കത് തീരെ ഇഷ്ടമില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് ആദ്യത്തെ പടങ്ങളിൽ തന്നെ സ്വന്തം വോയിസ് ഉപയോഗിച്ച ഒരാൾ പിന്നീടാണ് അത് ദർ വാസ് സം അങ്ങനെ നോക്കിയാൽ I should have been a very big star in Malayalam because my brother was a big producer. After all, he made Jayabharati, he made Soman, he made ഒരുപാട് പേരെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ സോമൻ, സുകുമാരൻ, ജയൻ, ആ കാലഘട്ടത്തിലെ താങ്കളുടെ സിനിമയിലെ ജീവിതം, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ. സോമേറ്റിനെ വാസ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട്, ക്ലാസ്മേറ്റ് ആയിരുന്നു, എനിക്കറിയാമായിരുന്നു. സുഭാൻ ചേട്ടനെ ഐ ഹാവ് ഒരു പടം ഏതാണ്ട് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ. ആൻഡ് എനിക്ക് അത്ര നല്ല താങ്കൾക്ക് പടങ്ങൾ മലയാളത്തിലുണ്ട് ആ സമയത്ത്? ഉണ്ടായിരുന്നു. പിന്നെ ദെൻ വെൻ ഐ സ്റ്റാർട്ടഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ തമിഴ്, പിന്നെ തമിഴ് പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ദെൻ ഐ ഫൗണ്ട് ഔട്ട് ഇതെന്താ നമ്മൾ ഓരോ സെറ്റിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് എഴുതുക, ഡയലോഗ്, അവിടെ ഇരുന്ന് ഒരു ഓർഗനൈസിംഗ് ഇല്ല. ഇറ്റ് ബിക്കേം ബോറിംഗ് ഫോർ മീ. താങ്കൾ ഇടയ്ക്ക് വീണ്ടും സൂചിപ്പിച്ചിരുന്നു ഈ ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് താങ്കൾക്ക് സിനിമയിൽ വീണ്ടും ബുദ്ധിമുട്ട്, പടങ്ങളൊക്കെ പൊട്ടി, അപ്പോൾ താങ്കൾ ചില റോളുകൾ അഭിനയിച്ചു. സിനിമ ഈസ് ഓൾവേസ് അപ്സ് ആൻഡ് ഡൗൺസ്. So you were never comfortable even in the 90s? No, not 90s, but I was blessed that I could continuously take pictures. എൻ്റെ ആദ്യത്തെ പടം വീണ്ടും ഒരു കാതൽ കഥ was a national award winner and it won the first Indira Gandhi award for the best first film of a director. അത് കഴിഞ്ഞിട്ട് വാസുവേട്ടൻ എനിക്ക് ഋതുഭേദം തരുന്ന. ഋതുഭേദം തരുമ്പോൾ ദ ഫണ്ണി തിങ് വാസ് ഐ വാസ് സപ്പോസ് ടു ഡു ദാറ്റ്. വി വാസ് സപ്പോസ് ടു ഡു അനദർ സ്ക്രിപ്റ്റ്. വാസുവേട്ടൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ഈ കോൾ മീ ടു ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി നയ സ്റ്റോറി ഓഫ് ദ 60s and 50s. അപ്പോൾ എന്നെ മാറ്റാൻ നോക്കി ഒരുപാട് പേര് അതിൽ നിന്ന്. ഇവൻ ഇംഗ്ലീഷ് പഠിക്കുന്ന ഇവൻ എങ്ങനെ ചെയ്യാനൊക്കും. അപ്പം വാസുവേട്ടനെ പറഞ്ഞ് പ്രൊഡ്യൂസർ മാറും, പ്രതാപ് മാറത്തില്ല ഈ കഥയ്ക്ക്. കോൺഫിഡൻ്റ് ആയിരുന്നു. ഐ വുഡ് ഡു ഇറ്റ്. ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഐ ഡിഡ് ഇറ്റ് വെൽ. ഐ ഫിനിഷ് ദ പിക്ചർ ഇൻ 18 days. ആൻഡ് എനിക്കൊരു IAS എക്സാമിന് എഴുതുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ താങ്കൾ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചാണ് താങ്കളുടെ ഈ സംവിധാനം ചെയ്ത മലയാളത്തിൽ തന്നെ 3 പടം സംവിധാനം ചെയ്തു, ഒരു യാത്രാമൊഴി, പിന്നെ ഡെയ്സി. പക്ഷെ ഇതിനും താങ്കൾക്ക് അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളൊരു ബോധം താങ്കൾ പലയിടത്തും പ്രകടിപ്പിച്ചു. നോ, ഞാൻ അങ്ങനെ നോക്കത്തില്ല. ഋതുഭേദം ഡെഫിനറ്റ്ലി ഇറ്റ് ഗോട്ട് തിലകൻ നാഷണൽ അവാർഡ്. തിലകൻ നാഷണൽ അവാർഡ്. പിന്നെ ഇറ്റ് വാസ് ഇൻ ദ ഇന്ത്യൻ പാനോരമ. ആൻഡ് ദെൻ ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് വിത്ത് MT വാസുദേവൻ നായർ. എവറി ഡയറക്ടർ ഹിയർ വിൽ ഗിവ് ദെയർ ഹെൽപ്പ് ടു വർക്ക് വിത്ത് വാസുദേവൻ. ദാറ്റ് വാസ് എ ബിഗ് തിങ് ഫോർ മീ.
അതുപോലെ തന്നെ ഈ യാത്രാമൊഴി ഒരു പീസ് മീൽ ആയിട്ടുള്ള പ്രോജക്റ്റാണ്. വേറെ രാജീവ് യാത്രാമൊഴി ആദ്യമായിട്ട് ചേട്ടൻ എടുക്കുമ്പോൾ ഇറ്റ് വാസ് വിത്ത് രാജീവ്നാഥ് സ്വർണ്ണചാമരം എന്ന് പറഞ്ഞാൽ Kottaway through the picture, the actors didn't want it, they shelved the picture. Shelve ചെയ്തിട്ട് എന്നെ വിളിക്കുന്നു, ഞാൻ എന്നെ വിളിച്ചിട്ട് പിന്നെ then we changed the entire thing, the music, the story, everything we changed. അപ്പോൾ അതിനകത്ത് ശിവാജി ഗണേശൻ, കമലഹാസൻ, സത്യരാജ്, അതുപോലെ തന്നെ തമിഴിലും മലയാളത്തിലൊക്കെ ഒരുപടി മിക്കവാറുള്ള വലിയ നടന്മാരെ എല്ലാം വെച്ച് താങ്കൾ പടം എടുക്കുകയോ ഡയറക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൂടുതലും അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ തമിഴിലും തെലുങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ. മലയാളം അങ്ങനെ അംഗീകരിച്ചില്ല എന്നുള്ളൊരു ബോധം താങ്കൾ പ്രകടിപ്പിച്ച കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഡെയ്സി സോങ്സ് ആർ സ്റ്റിൽ അറൗണ്ട്. എല്ലാവരും എപ്പോഴും ഡെയ്സിയെക്കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഡെയ്സി എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ടാക്കണമായിരുന്നു. അതും എൻ്റെ സ്കൂൾ സറൗണ്ടിങ്സിൽ ഉണ്ടാക്കണമായിരുന്നു. ഊട്ടി തന്നെ ആണെന്ന് എനിക്ക് കമലഹാസനെ വിളിക്കണമായിരുന്നു. ഞാൻ കമലഹാസൻ ഇല്ലായിരുന്നെങ്കിൽ ആ പടം നടക്കത്തില്ലായിരുന്നു. ഞാൻ കമലിനൊക്കെ പറഞ്ഞു എല്ലാം പുതുമുകളാണ്, പ്രൊഡ്യൂസേഴ്സ് ഗെറ്റിംഗ് എ ലിറ്റിൽ സ്കെയർ. ഞാൻ പറഞ്ഞു കമൽ ഒരു 1-2 ദിവസത്തെ ഒരു ഗസ്റ്റ് റോൾ ചെയ്ത് തരാമെന്ന്. ഓക്കെ. പുള്ളിക്കാരനെ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ശിവാജി ഫിലിംസിന് ഫോർ വെട്രിവിഴ. അല്ല, കമലഹാസൻ്റെ ഒരു പടം സംവിധാനം ചെയ്തില്ലേ? കമലഹാസനെ നായകനാക്കി വെട്രിവിഴ. അതെങ്ങനെയായിരുന്നു ആ അനുഭവം? ഇറ്റ് വാസ് വണ്ടർഫുൾ അനുഭവം. എന്ന് വെച്ചാൽ വെട്രിവിഴ ആക്ച്വലി ലുഡ്ലമിൻ്റെ ബുക്ക് ഞാൻ പഠിച്ചിട്ട് ഞാൻ ചെയ്ത ഇതാണ് ബോൺ ഐഡൻറ്റിറ്റി. അത് കഴിഞ്ഞിട്ടാണ് സായിപ്പ് ചെയ്യുന്നത്. സായിപ്പ് അത് കഴിഞ്ഞിട്ടാണ് ബോൺ ഐഡൻറ്റിറ്റി ഇറക്കുന്നത്. പിന്നെ വെൻ ദിസ് ബുക്ക് ഐ വാസ് വണ്ടറിങ് എങ്ങനെ ഇവന്മാർ അവിടെ ചെയ്യാതിരുന്നതെന്ന്. അപ്പം ശരി, ബോൺ ഐഡൻറ്റിറ്റി എടുത്തു. ബട്ട് യു മേക്ക് ഇറ്റ് തമിഴ് ഫിലിം ആകണ്ടേ? 5 പാട്ട് അഞ്ചടി പ്രഭുവിനെ അതിനോട് കയറ്റണം, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യണം. അതൊക്കെ വെച്ചിട്ടും പ്രൂവ് ടു ബി എ സ്മാഷ് ഹിറ്റ്. താങ്കളുടെ പല പടങ്ങളും സാധാരണ ഇതിൽ പടങ്ങൾ പുറത്തുനിന്ന് നമ്മൾ കോപ്പി അടിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ്. പക്ഷെ താങ്കളുടെ പല പടങ്ങളും പുറത്തുള്ളവർ കോപ്പി അടിച്ചു, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായി എന്നുള്ള ചില പരാമർശങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. അത് മീണ്ടൂർ കാലക്കഥ എൻ്റെ പേര് മറന്നുപോയി. Everyone looked at this picture. It came much later. Almost the scenes are exact. ഈ കമലഹാസനും സത്യരാജും ഒക്കെ ഒരുപക്ഷെ അവർ അറിയപ്പെടുന്ന നാസ്തികരാണ്. ദേ ആർ എത്തിസ്റ്റ്. ആൻഡ് അവർ അങ്ങനെയുള്ള ചില കോഴ്സുകളെ പിന്തുണയ്ക്കാറുണ്ട്. താങ്കൾ അവർ രണ്ടുപേരുടെയും നല്ല സുഹൃത്ത് ജീവ സത്യരാജിനെ വെച്ച് ചെയ്തു. സിനിമ പൊതുവിൽ അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. താങ്കൾ ആ ലോകത്ത് ജീവിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരാളാണ്. താങ്കൾക്ക് എന്താണ് ഇതിനോടുള്ള ഒരു പൊതുവായൊരു സമീപനം? എന്ന് വെച്ചാൽ സിനിമ ഇസ് എ കമോഡിറ്റി. യു ആർ മേക്കിംഗ് എ പ്രോഡക്റ്റ് ഫോർ എ പെർട്ടിക്കുലർ ഓഡിയൻസ്. ഇതൊക്കെ ഇഫ് കമലഹാസൻ ഹാസ് ടു പ്ലേ എ ദേവഭക്തൻ, ഹി വിൽ പ്ലേ ഇറ്റ്. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. ഞാനിപ്പം ആത്മാ എന്നൊരു പടം ഉണ്ടാക്കി. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എർവിംഗ് മോളിസസ് മിറക്കിൾ. ഐ തോട്ട് ഇറ്റ് വാസ് ഫെയർലി. അന്നത്തെ കാലത്ത് ഈ 3-4 ട്രാക്ക് വന്ന് ക്ലൈമാക്സിൽ വന്ന് വീഴുന്ന പടങ്ങളില്ലായിരുന്നു. സോ ഇറ്റ് വാസ് എൻ്റെ ഒരു ടെസ്റ്റിംഗ് ഓഫ് മൈ ക്രാഫ്റ്റ് ആയിരുന്നു അതിൽ. ഞാൻ ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ഇതായിരുന്നു. ബട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടും വളരെ ഒന്നും ഹെൽപ്പ് ചെയ്തില്ല ആ പടത്തിൽ. അല്ല, എങ്ങനെയാണ് താങ്കളുടെ സമയം? സാധനം ഇപ്പോൾ താങ്കളൊരു വിശ്വാസിയാണോ യഥാർത്ഥത്തിൽ? ആർ യു റിലീജിയസ് പേഴ്സൺ? I believe that all religion comes down to 2 words, love and compassion. അത് രണ്ടും എനിക്കുണ്ട്. Idol worshipping, I don't know. Because ഞാനിപ്പം even if you go to a Catholic church, you have idols there. 10 commandments എന്നാ പറഞ്ഞിരിക്കുന്നത്, do not worship any idols. So you're against idol worship? I mean, do you believe that there is a God actually? I believe that there I don't know. You're an agnostic. I'm agnostic, I don't know. But I believe innate goodnessum, loveum, compassionum undengil, then things work out better for you.
ഇപ്പോൾ ഈ ഇറാഖിലൊക്കെ ഇങ്ങനെ ഈ തല വെട്ടിയെടുത്ത് ഇങ്ങനെ കമ്പെ കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും ഈ ലവിനെ കുറിച്ചും കമ്പാഷനെ കുറിച്ചും ഒക്കെയാണല്ലോ പറയുന്നത്. അവരതിനെക്കുറിച്ചല്ല പറയുന്നത്. എനിവൺ ഹു മേഡേഴ്സ് പീപ്പിൾ, ഹു കിൽസ് പീപ്പിൾ. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇൻ ദ നെയിം ഓഫ് റിലിജൻ മോർ പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് ദൻ എനി വാർ എനിത്തിങ്. റിലിജിയസ് കില്ലിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ബിക്കോസ് യു ഹാവ് സം റാഡിക്കൽസ്, ഫണ്ടമെന്റൽസ്. ഐ എം അഗൈൻസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റ് ഓഫ് ഓൾ. But they are supported by the scriptures. The scriptures line no, I haven't read the Quran, but I know people who are in authority says this is not what the Quran is about. Quran is about love. You can, നമ്മൾ ഏത് ഒരു ടീച്ചിങ് എടുത്താലും അതിൻ്റെ മറുവശം എടുക്കാം. യു കൻ മിസ്ഇൻറ്റർപ്രിറ്റ് ഇറ്റ്. ആൻഡ് ദ മോബ് എന്ന് പറയുന്ന ആളുകൾ, മോസ്റ്റ് ഓഫ് ദം they want to believe something. എന്ന് വെച്ചാൽ their lives are so, അവരുടെ ലൈഫൊക്കെ ഭയങ്കര wretched ലൈഫാണ്. സോ യു ഹാവ് ഒരു മോബിനെ ടേൺ ചെയ്യാനുള്ള ഒരു ശക്തി ഒരുത്തനുണ്ടെങ്കിൽ, ദ ക്ലാസിക് എക്സാമ്പിൾ ഇസ് മാർക്ക് ആൻ്റണി ഇൻ ജൂലിയസ് സീസർ. ദ മോബ് മെൻറ്റാലിറ്റി സജസ്റ്റ് ചെയ്തിട്ട് കത്തിക്കടാവിനെ കൊണ്ട് കൊല്ലടാവിനെ വിശ്വാസിയല്ല മറ്റേന്ന് പറയുന്ന, ഇറ്റ് ഈസ് ബൈ ഫ്യൂ റാഡിക്കൽ പീപ്പിൾ who have the personality to command these people and get a lot of people who are innocent into this. താങ്കൾ അതുപോലെ തന്നെ വിവാഹം എന്നൊരു സാമൂഹിക സ്ഥാപനമുണ്ട്, ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനെക്കുറിച്ച് താങ്കൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ്. യു സെറ്റ് ഇറ്റ് ഈസ് എൻ ഔട്ട്ഡേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കാലഹരണപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു സദാചാര തീവ്രത ഉള്ള ഒരു കാലഘട്ടമാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നാൽ തന്നെ അതിനെ ചേസ് ചെയ്ത് എവിടം വരെയും പോകാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്കുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ലൈംഗിക അരാജകത്വം, സദാചാര തീവ്രവാദം, ഈ കാലഘട്ടത്തിലാണ് താങ്കൾ വളരെ വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് വിവാഹം കാലഹരണപ്പെട്ട ഒരു സ്ഥാപനമാണ്. യെസ്, ബിക്കോസ് എന്ന് വെച്ചാൽ ഐ ഹാവ് വെരി റെയർലി നോട്ടിസ്ഡ് എ മാരേജ് ദാറ്റ് ഇസ് റിയലി ഹാപ്പി ഓർ ദി. സീ, some people are brought up to love their husbands, and ആ കാലഘട്ടത്തിൽ the woman was given a lesser situation. She had to look after the house, sweep the house, cook and look after the man. അതൊരു caveman concept-ആണ്. Caveman never married. He never married. No rituals. He never married. But it's still a concept. താങ്കൾ പറയുന്നത് ഈ വിജയകരമായ എല്ലാ വിവാഹ ബന്ധങ്ങളും ബോണ്ടേജുകളായിരുന്നു, അടിമത്തങ്ങളായിരുന്നു എന്നാണ്. നമ്മൾ തന്നെ നോക്കിയാൽ തന്നെ you cannot be, when you take two people to live and then bring children into the world, take care of children, becomes each one would in the, what would you say, ഒരു limitations ഉണ്ട് അതിന്. Everyone, even the biggest families, the brothers fight, ഇതെല്ലാം നടക്കുന്ന the family എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇറ്റ് ഈസ് ടോട്ടലി outdated. I feel that if two people can live together and get on together, it's okay. Living together തന്നെ താങ്കൾ living together, no, I don't, because I am a fiercely independent person. I cannot. താങ്കൾ 22 വർഷം വിജയകരമായ ഒരു വിവാഹം എന്ന് കൊണ്ടുപോയതാണ്. ഇല്ല ഒരിക്കലും ഐ എം എ ഫെയിലിയർ അറ്റ് മാരേജ്. അല്ല, ഐ എം നോട്ട് ഗുഡ് ഹസ്ബൻഡ് മെറ്റീരിയൽ അറ്റ് ഓൾ. താങ്കളുടെ രണ്ടാമത്തെ വിവാഹം ഏതാണ്ട് 22? No. My second marriage was only for 5 years. Only 5 years. പക്ഷേ divorce happened in only. No divorce, not, we are separated. Only separated. So you I got a kid from that. Yes. 22 വയസ്സുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നു? She is in Swarnabhumi music school. She is learning music. She finished from Sophia College, Bombay, BMM ചെയ്തിട്ട്. She was a copywriter in Low Lintas for 1 year. Then she wanted to pursue music. അതുകൊണ്ട് സ്വർണ്ണഭൂമി കൊണ്ടുവച്ചു. And Swarnabhumi is full of music. എന്ന് വെച്ചാൽ അതിൻ്റെ ഫാക്കൽറ്റി തന്നെ ഫോറിനിൽ നിന്ന് വരുന്ന ആളുകളാണ്. താങ്കൾ പ്രണയത്തെക്കുറിച്ച് വളരെ ഭാവതീവ്രമായിട്ടൊക്കെ സംസാരിക്കുന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സാധാരണ ഈ സിനിമ ഫീൽഡിലുള്ളവരൊക്കെ പറയും 4 പ്രണയങ്ങളെക്കുറിച്ച് താങ്കൾ റെഫർ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയും ഒരു പ്രണയം താങ്കളെ സംബന്ധിച്ചോളം അസാധ്യമാവില്ല അല്ലേ? ഈ ലവ് എന്ന് പറയുന്ന ഇത് അറ്റ് ദി യങ്ങർ ഏജ്, ഇറ്റ് ഇസ് വെൻ യുവർ ഹോർമോൺസ് റേജിങ് ആൻഡ് യു ഹാവ് ദാറ്റ് റൊമാൻറ്റിക് ലവ് ആൻഡ് റൊമാൻറ്റിക് ഫീലിംഗ്. ഓക്കെ,
ആ സമയത്ത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. older you get, to find a person who is like you, നമ്മുടെ ഒരു ഫീമെയിൽ ക്ലോൺ ആയിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ടു വിപരീത ദശകൾ അല്ല ഇതല്ലേ നമ്മുടെ മനസ്സും നമ്മുടെ സ്വഭാവമുള്ള ഒരു ക്ലോൺ പെണ്ണാണെങ്കിൽ then we can easily get wrong. അത് സ്വഭാവമായിട്ട് പറയുന്നതിന് എതിരല്ലേ? അതായത് വിപരീത ധ്രുവങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത്. അതായത് നമ്മളില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾ കാണുമ്പോഴാണ് നമ്മൾ തമ്മിൽ, ഉദാഹരണമായിട്ട് രണ്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും പെട്ടെന്ന് സെപ്പറേറ്റ് ആവും. ഒരാൾ സബ്മിസീവും മറ്റേ ആൾ ഭയങ്കര അതാണെങ്കിലും അത് സിങ്ക് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ താങ്കൾ പറയുന്ന ഒരു ക്ലോൺ, യു നീഡ് എ ക്ലോൺ. I said if there was a clone it would have been happier for me because then നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ ഒന്ന്. Maybe you know each other's minds. അല്ല, ഒരു ഇന്ന് സമൂഹത്തിന്, അത് പ്രതാപ് പോത്തൻ എന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പാപമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് അല്ലേ? ഡിവോഴ്സ്, അവൻ ഡിവോഴ്സായി, അത് ചെയ്തു, ഇത് ചെയ്തു. നമ്മുടെ ഒരു സദാചാര തിമിരം ഇന്നത്തെ കേരള സമൂഹത്തിലുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഡിവോഴ്സുകൾ കൂടുതലുള്ള സമൂഹം, കൂടുതൽ ആരോഗ്യമുള്ള സമൂഹമായിട്ടാണ് പുറത്തൊക്കെ വിലയിരുത്തപ്പെടുന്നത്. കാര്യം യു ഹാവ് എ ചാൻസ് ടു ഗെറ്റ് ഇൻ ആൻഡ് ഗെറ്റ് ഔട്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഡിവോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഇറ്റ്സ് വെരി കോമൺ. ഞാനൊക്കെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. അയ്യോ ഡിവോഴ്സ്. ഇപ്പോൾ ഐ ഹാവ് സീൻ പീപ്പിൾ who are married for 50 years divorced. അതൊരു സ്ത്രീകളുടെ ഒരു 50-40 വർഷം ജീവിച്ച ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്നു. They can't stand each other anymore. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ വെച്ചാൽ മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു മനോഭാവമുണ്ട്. അതിനെക്കുറിച്ച് പ്രതാപ് പോത്തൻ എന്ന വ്യക്തിക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഒരു പാപമാണ്, ഇത് ചെയ്യുന്ന ആൾ മഹാമോശമാണ്. എനിക്ക് തോന്നുന്നു if two people don't get along together they should separate. Because what is the point of putting each one, രണ്ടുപേരും നരകത്തിലിരിക്കുന്നത് എന്തിനാ? I am hurting you, you are hurting me. It becomes very messy after that. അതിനെക്കാട്ടും നല്ലത് അകന്നിരിക്കുന്നതല്ല നല്ലത്. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നില്ല. എന്താണ് നമ്മളുടെ മലയാളിയുടെ ഒരു മനോഭാവം ഉണ്ടല്ലേ? താങ്കൾ പറയുന്ന യു മേക്ക് സെൻസ് വെൻ യു സേ ദാറ്റ്. ഞാൻ ചോദിച്ചത് നമ്മളുടെ ഒരു മനോഭാവം ഈ ഒരു സദാചാര തിമിരത്തിലാണ് നമ്മൾ. ഇപ്പോൾ കുറേ കൊലപാതകങ്ങൾ, ഇപ്പോൾ സദാചാരത്തിൻ്റെ പേരിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച 6 പേരുടെ കഥ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഈ സദാചാര തിമിരം. പക്ഷേ താങ്കൾ തകരയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ലൈംഗികതയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്, ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു തലമുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇല്ല, തകരയിലും സുഭാഷിനിയുടെ അച്ഛൻ സെപ്പറേറ്റഡ് ഫ്രം ദ മദർ. അല്ല, അതല്ല ഞാൻ അതെ സുഭാഷിനിയുടേതുണ്ട്. പക്ഷേ അതാണ് അത് ഞാൻ ഈ പറയുന്ന കാലഘട്ടം ഈ സദാചാര തിമിരത്തെ കുറിച്ചാണ്. അല്ല, ദ മലയാളി എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി, അവരുടെ ഇത് ദി ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പം. യു ടേക്ക് ദി യങ്സ്റ്റേഴ്സ് നൗ, ദേ ആർ മച്ച് മോർ അവെയർ. പക്ഷേ കോറ് മാറുന്നില്ലല്ലോ, കോറ് മാറുന്നില്ലല്ലോ നമ്മുടെ ആ കോറായിട്ടുള്ള സാധനം. അത് ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനെ പറയാനൊക്കത്തില്ല. ഐ ഹവ് സീൻ സോ മെനി മലയാളീസ് ഔട്ട്സൈഡ്. ഈ കേരളത്തിൽ വന്ന ഒരു ഞണ്ടിൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടാകുന്ന ആരെങ്കിലും മോളിൽ പോയാൽ പിടിച്ച് താഴെ കൊണ്ടുവരണം. കേരളത്തിലേ ഉള്ളൂ അത്, mostly in Kerala. I don't find that in Tamil Nadu. I don't find that it's a human tendency, but it is more pronounced here. Para vakkuva. There is no para in Tamil. I don't think to the extent that they have it here. ഇപ്പം ഞാൻ പൊതുവിൽ സിനിമാ താരങ്ങളുടെ സംഭാഷണത്തിൽ വരുന്നൊരു കാര്യം, സിനിമാ താരങ്ങളുടെ എല്ലാ ആൾക്കാരുടെ എനിക്കെതിരെ ഒരു ഉപജാപം നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നെ നിരന്തരമായി പിടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലും കുറേ കൂടി വിവരങ്ങൾ എത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു ടോക്ക് താങ്കളുടെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡു യു ഹാവ് എനി എവിഡൻസ് ഓർ? See, in a closed office, it's your feeling actually. It is no, it is not my feeling. If for 20 years I didn't get a single Malayalam film to act in, what does that mean? It could happen actually. It could happen. But താങ്കൾ അതിനകത്തൊരു ഡിസൈൻ കാണുകയാണ്. I see the design that only when I find the group operating, because I see it firsthand. Because I don't want to point fingers at anyone. That is below me to say that. But I'm saying that hard work, talent, sincerity, ഇതാർക്കും നിർത്താൻ ഒക്കത്തില്ല.
But we will protest against any kind of anyam ഞാൻ against us. ചോദിക്കുന്ന കാര്യം മലയാള സിനിമയിലൊക്കെ പറയുമ്പോൾ രണ്ട് കുറേ ക്ലിക്കുകൾ ഒരു തിരുവനന്തപുരം നായർ ബെൽറ്റ് എന്നോ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബെൽറ്റ് താങ്കൾക്കെതിരെ ഒരു മാഫിയ? അങ്ങനെ ഈ സിനിമ യു കൻ ഓൺലി സേ ആൻ ഇൻവിസിബിൾ എനിമി എന്ന് വെച്ചാൽ ഒരു ഓഫീസ് പോലെയല്ല. ഒരു ഓഫീസിലൊരുത്തം പോളിറ്റിക്സ് കളിച്ചാൽ നമുക്ക് അറിയാൻ ഒക്കും, പോളിറ്റിക്സ് കളിക്കുന്ന അവനെ നെയിം ചെയ്യാൻ ഒക്കും. ഇവിടെ അങ്ങനെയല്ല, ദേ ഓപ്പറേറ്റ് വെരി സൈലൻ്റ്ലി. അല്ല, നമ്മുടെ പരാജയങ്ങളെ സാധൂകരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറേ ഇമാജിനറി എനിമീസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തൻ കളിക്കുന്നതുകൊണ്ടാകണം ഞാനിങ്ങനെ പുറത്തു പോകുന്നത്? ഇല്ല, പക്ഷേ whatever I have done with with my heart and thing is been recognized. അല്ലേ, when it has been recognized. അതാണ് ഞാൻ സാറിനോട് ആദ്യം ചോദിച്ചത്, ഈസ് ഇറ്റ് ഓൺലി എ ഫീലിംഗ് ഓഫ് യുവേഴ്സ് ദാറ്റ് someone is actually plotting against you in some way? When you see, you get back news comes back to you. ഇപ്പം നോമൻ റോക്ക്വെല്ലിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഒരു ആദ്യം ഗോസപ്പ് ചെയ്യും, ആ ഗോസപ്പ് പോയി 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 ഈ ആദ്യം ഗോസപ്പ് ചെയ്തതിന് ചെവി വരും. അങ്ങനെ സോ ഗോസപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ചെയ്യട്ടെ സർ. പീപ്പിൾ ജനറലി ആസ് എ റൂൾ, ഇപ്പം I came in again 60 years old and I became, people recognize me. Jealousy is a part of every human being. Yes. To some human beings, bigger. To some human beings, lesser. Even among friends. If I am a driver, suddenly tomorrow he becomes Ambani. That can't, നമുക്കെല്ലാവർക്കും മനുഷ്യർക്ക് we want pet dogs. പക്ഷേ അവിടെ ഇരുന്നു, ഇവിടെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. If the dog becomes bigger than him, then it is a human nature to try and finish that off. ചോദ്യം തന്നെ ചോദിക്കണം. ഇപ്പോൾ ശങ്കർ ആദ്യം ഒരു വലിയ നായകനായിട്ട് വന്നു, പിന്നീട് സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്നാക്കം പോകലായിരുന്നു. സ്വാഭാവികമായിട്ട് മേ ബി പല കാര്യത്തിലും ഒരു നായക നടന് ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഒരു നടന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് ഇപ്പം നമ്മൾ സംസാരിച്ചാലും അദ്ദേഹം പറയുന്നത് ചില ക്ലിക്കുകളും ചില പാറകളും എന്നെ പിടിച്ച് താഴെ ഇട്ടു. പ്രേം നസീറിനെ എടുത്തോ, why did he survive so long with, sorry to say, with limited talent? Okay? Yes. Because of his behavior. Because he was nice to everyone. Once you start expressing yourself, your individuality here. Really nice or pretend to be nice? What do you say? I think he was a very nice person. Yes, good-hearted. Good-hearted person who used to help producers when they were down and out. Ippa aa chindagadi maari. Ippa now what happens is that one outspoken person, if I don't keep to your line of thinking, then you're out of it. എന്തിനാ ഏതിനാ നമുക്ക് അറിഞ്ഞൂടാ. വൈ ആർ ദേ ഡൂയിങ് ദിസ് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് യു ക്യാൻ ഫീൽ ഇറ്റ്. ഫ്രം ശങ്കർ ഞാൻ വേറൊരാളുടെ കാര്യം ചോദിക്കാം. നെടുമുടി വേണു ഫോർ എക്സാമ്പിൾ. പുള്ളിയും ശരിക്കും താങ്കളുടെ ആദ്യത്തെ ചിത്രത്തിൽ നായകനായിരുന്നു. കാട്ടിലെ പാട്ട്, അങ്ങനെ കുറേ ഇതേ കണക്ക് താങ്കളുടെ തന്നെ കുറേ അതേ മോഡലുള്ള കുറേ സിനിമയുണ്ട്. പക്ഷെ പുള്ളിയും പിന്നീട് നായക പരിവേഷത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ക്യാരക്ടർ നടനായിട്ട് നീണ്ടകാലം സർവൈവ് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കരിയർ നോക്കുമ്പോൾ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻഡ് എന്നൊരു നിഗമനം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റും? ഐ മീൻ അതാണ് നിങ്ങളുടെ ഒരു ഗിവൺ ദ പേഴ്സണാലിറ്റീസ് യു ആർ, ദ ആക്ടേഴ്സ് യു ആർ, നിങ്ങൾ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പാതയിലൂടെയാണ് നിങ്ങൾ പോയത് എന്നല്ലേ തോന്നുന്നത്? അതോ താങ്കളെ പിടിച്ച് താഴെയിട്ടു എൻ്റെ ഇടയ്ക്ക്? ഇല്ലില്ല, അങ്ങനെ ഞാൻ നോക്കത്തില്ല. ബട്ട് സി വേണു അന്നത്തെ കാലത്ത് cultural differences ഉണ്ടായിരുന്നു. because he was a total Malayali. I'm an anglicized Malayali. അപ്പോൾ സോ അന്നത്തെ കാലത്ത് ആംഗ്ലിസൈസ് മലയാളി. 5 വയസ്സ് വരെ മലയാളം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എന്തോ 5 വയസ്സ് വരെ നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. 5 വയസ്സ് വരെ എന്താ മലയാളം? ഐ സ്റ്റഡീഡ് മലയാളം, ഐ ഡിഡ് മലയാളം ഫോർ മൈ തിങ്. പക്ഷെ എന്നാലും എനിക്ക് ഒരു ഫ്ലുവൻസി ഇല്ലായിരുന്നു. എൻ്റെ തിങ്കിങ് എല്ലാം എഴുതാനും വായിക്കാനും പറ്റില്ലേ? പിന്നെ മലയാളത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? കവിതകളോ? ഇല്ലില്ല, ഞാൻ എഴുതുന്ന ഭാഷയാണോ? ഏത് ഭാഷ? ഇംഗ്ലീഷിൽ മാത്രം. തമിഴില്ല. ഐ ഡോണ്ട് റൈറ്റ് ഇൻ എനി റീജണൽ ലാംഗ്വേജ്. അതാ പറ്റുന്നത് എനിക്ക്. തിരക്കഥകളൊക്കെ എഴുതുന്നത് എങ്ങനെയാണ്? ഞാൻ മോസ്റ്റ്ലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദെൻ ഐ ഗെറ്റ് ഇറ്റ് ട്രാൻസ്ലേറ്റഡ്. അപ്പോൾ അതെങ്ങനെ വായിക്കും? മലയാളം വായിക്കാൻ അറിയാം? എനിക്ക് മലയാളം വായിക്കാൻ അറിയാം.
നമ്മൾ നെടുമുടി വേണുവിലേക്ക് വന്ന തിരിച്ചു ഞാൻ പറഞ്ഞത് നെടുമുടി വേണു went on his path. എൻ്റെ പാത്ത് എന്ന് വെച്ചാൽ I wanted to direct films. I always wanted to direct films. പക്ഷേ അദ്ദേഹം കൂടുതൽ പടങ്ങളിൽ താങ്കളെക്കാൾ അഭിനയിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പിടിച്ചു താഴെ ഇട്ടു തകർത്ത് കളഞ്ഞു എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉന്നയിക്കത്തക്ക രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശങ്കറിന്റെ കാര്യത്തിൽ തന്നെ എടുത്ത ശങ്കറും വേണമെങ്കിൽ ശങ്കറിനും അങ്ങനെയില്ല because I got busy in Tamil and Telugu. So you were engaged. I was engaged in my own thing and whatever I was doing ഞാൻ എപ്പോഴും വേലയില്ലാതെ ഇരുന്നിട്ടില്ല. ഇല്ല മാത്രമല്ല 98 പടങ്ങൾ എന്തോ 98 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. my 100th pictures coming that is once upon a time as a color. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പരാജയങ്ങളെ നമ്മളൊരു ഒരു മറ്റുള്ളവരൊരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ടിങ് അങ്ങനെയൊക്കെ ഇത് പൊതുവിൽ സിനിമയിൽ ആളുകൾ പറയുന്നതാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. നൗ ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ഒന്നുമില്ല. വാട്ട് കൻ ദിസ് സേ അബൌട്ട് മീ? എങ്ങനെ ഒരു പ്ലോട്ടിങ് എങ്ങനെ പ്ലോട്ടിങ്ങോ സ്റ്റോപ്പിംഗ് നോ വൺ കൻ ഡു. യു കൻ സ്റ്റോപ്പ് മീ ബട്ട് ഐ കെയിം ബാക്ക്. നോ ഇപ്പം ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ച് ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോൾ 2 പടങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. ആർക്കും നിർത്താനൊക്കത്തില്ല. വൺസ് യു ആർ സിൻസിയർ, ഇഫ് യു ഹാവ് ടാലൻറ്റ് ആൻഡ് ഇഫ് യു ആർ ഓണസ്റ്റ്. So, but you do feel there are certain people who try to, cut you out of the thing, but I won't name them. That happens. That is. You need that imaginary opposition somewhere. No, it is not imaginary. It's not imaginary because there are certain things that you know. എന്തായിരിക്കും താങ്കളെ ശരിക്കും മാറ്റി നിർത്തിയത്? ജാതി, മതം, രാഷ്ട്രീയം, ഭാഷ? I don't know. നമ്മുടെ സ്വഭാവമായിരിക്കും. I get my persona is different from others. നമ്മൾ ചൂടാകും. നമ്മൾ you see what you get. എനിക്കത് അതിൽ ഇതില്ല, കവറില്ല. ഇപ്പോൾ ഈ ഭഗത് ഫാസിലിൻ്റെ താങ്കൾ ഈ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പോപ്പുലർ ആയപ്പോൾ അദ്ദേഹം താങ്കളുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. ഭഗത് ഫാസിൽ അതായത് ലൈംഗികതയുടെ പ്രശ്നമുള്ള സീനുകളിൽ താങ്കൾ വളരെ കംഫർട്ടബിളായിട്ട് ഒരിക്കൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവ് പുള്ളി അഭിനയിക്കുന്ന പടങ്ങളിലെല്ലാം കുറച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ താങ്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ തകരയും ചാമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പൊതുവിൽ തോന്നുന്നത് ഇപ്പോൾ സെക്സിനോടുള്ള പ്രമേയം എന്ന നിലയിലും ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിലും ലൈംഗികത മലയാളത്തിൽ ഇപ്പം യു കാൻ ഡു മച്ച് സെക്സ് പിക്ചേഴ്സ് ബിക്കോസ് എവറി വൺ എല്ലാവരും ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സാറ്റലൈറ്റ് ആൻഡ് ടെലിവിഷൻ. കുടുംബത്തിലെത്തേണ്ട പോയിന്റ്. ഈ സർട്ടിഫിക്കറ്റ് വന്നാൽ പിന്നെ യു ഡോണ്ട് ഗെറ്റ് എ പ്രൈസ് ഫോർ സാറ്റലൈറ്റ്. ബട്ട് സെക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഈസ് നോട്ട് എ ടാബു ടോപ്പിക്ക്. നമുക്കെല്ലാവർക്കും ഒരു ഷെയിം ഉണ്ട് സെക്സിനെ പറ്റി. ബട്ട് വി ആർ ഓൾ ബോൺ ഔട്ട് ഓഫ് സെക്സ്. We are all the time ഒരു നോർമൽ ഹ്യൂമൻ ബീങ് സെക്സിനെ പറ്റി തിങ്ക് ചെയ്യുന്നു. Maybe he's not thinking aloud, but in his mind it is there. Sex is the primordial urge of a man that you cannot stop, and there's a lot of people who have written about it. Anais Nayan, Henry Miller, if you take സെക്സിൻ്റെ ടോപ്പിക്കായിട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ബട്ട് ഞാൻ നോക്കിയിട്ടുള്ളത് എവിടെ വന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പാപബോധം വിക്ടോറിയൻ മൊറാലിറ്റി കൊണ്ടുവരും. ഇഫ് യു ഗോ ടു തായ്ലൻഡ് they don't give a damn about sex. British are not there because British never ruled there. So you think it's a British thing? I think it is because ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ക്ലോത്ത്സിനെ പറ്റിയും ഇതൊക്കെ പറയുന്നത് പണ്ടത്തെ നായർ സ്ത്രീകളൊക്കെ ഇതൊന്നും ഇല്ലാതെയല്ലേ നടന്നുകൊണ്ടിരുന്നത്. ആരും no one was noticing that. അപ്പോൾ ഈ വസ്ത്രധാരണം കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതെന്നുള്ള മതവാദം പൊതുവിൽ ഇപ്പോൾ പല മതങ്ങൾ മാത്രമല്ല. ഇപ്പോൾ യേശുദാസ് ജീൻസിനെതിരെ ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഈ പ്രൊവോക്കേറ്റീവായിട്ടുള്ള വസ്ത്രധാരണം, അതായത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നതെന്നുള്ള അഭിപ്രായത്തോട് താങ്കളുടെ പ്രതികരണമാണ്? I don't think എനിക്ക് unless a girl walks nude, if you're wearing clothes. അല്ല, നമ്മുടെ ചാനലുകളൊക്കെ വെച്ച് അലക്കുകയാണല്ലോ ഇത്. അല്ല, പക്ഷേ ഹ്യൂമൻ ബീങ്സ് ബേസിക്കലി ഇവരുടെ ഫ്രസ്ട്രേഷൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ബട്ട് ഞാൻ പറയുന്ന ഇവിടെ ആളുകളെ let me tell you a simple example. ഇപ്പോൾ നിങ്ങൾ പ്രൊഹിബിഷൻ ഇപ്പോൾ
കൊണ്ടുവരാൻ പോകുന്നു. You think that it's going to succeed? Never. അമേരിക്ക ട്രൈ ചെയ്തു, അവിടെയും സക്സീഡ് ചെയ്തില്ലായിരുന്നു. ആൽ കപ്പോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് ബൂട്ട് ലെഗറിനെ പിടിച്ചത് നോട്ട് ഫോർ ബൂട്ട് ലെഗിങ്, ഫോർ എ ടാക്സ് ഫ്രോഡ്. ഇത് നിർത്താനൊക്കത്തില്ല. You cannot. When you suppress a thing, the more it is likely to erupt. ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, ദ വേൾഡ്സ് ഓൾഡസ്റ്റ് പ്രൊഫഷൻ ഏതാണെന്ന് നമുക്കറിയാമല്ലോ, പ്രോസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഫോർ ലൈഫ് സേക്ക്, കലയ്ക്ക് വേണ്ടി, കലാജീവിതത്തിന് വേണ്ടി, രണ്ടൊരു സാഹിത്യത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഡോക്ട്രിനൽ ഡിവിഷനാണ്. താങ്കൾ ഏതിനെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത്? കല എന്ന് പറയുന്നത് ജീവിതത്തിന് സന്ദേശങ്ങളും ഗൈഡൻസും നൽകുന്ന ഒരു സാധനമായിരിക്കണോ, അതോ കലാകാരൻ്റെ സൗന്ദര്യ ലോകം സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും ഡോക്മാറ്റിക് ആയിട്ട് പറയാത്ത അത് ചെയ്യൂ ഇത് ചെയ്യൂ? That is what an ideal artist is. You are art for art's sake, you stand for. Yeah, an artist should be he should be aware. Free, you should be free. But he should be aware of the injustices in society. He should be aware of everything. Then what is the freedom you are talking about? Then you are dogmatic and you are preaching to the audience. I am not preaching. But you should be aware. Awareness is different from preaching. I am against any kind of dogma. I am against any kind of preaching. Awareness will be reflected in each and every shot you make. Yes, of course. Ultimately, it will become a kind of preaching. No, it doesn't. Unless you are saying something that is totally against it. See, as acting, I wouldn't turn around and ask a girl, can I have sex with you? Just like that, unless I know her very well and we become friends, ultimately it leads to that, In cinema, when you act, you take on different personas. ആ പെർസോണനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സന്ദേശ സിനിമകൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ല, കലാകാരൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ലോകം വീക്ഷണം, ഇത് താങ്കൾ ഇപ്പോൾ രണ്ടും പറയുന്നുണ്ട്. താങ്കൾ പറയുന്നു സോഷ്യൽ പ്രശ്നങ്ങളെക്കുറിച്ച് അവെയർ ആയിരിക്കണം, ഡെഫിനറ്റ്ലി, ബിക്കോസ് സോ യു ഹാവ് ടു ടീച്ച് ആൻഡ് യു ഹാവ് ടു ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ് എന്നുള്ള. No, you don't have to teach. I'm saying you must be aware. Only awareness can bring you to that state of enlightenment, or to that state of making your art better. Instruct and delight. No? Instruct and delight. No, awareness is different. To be aware of the wrongs of society, that is different. അങ്ങനെയാണ് ചോദ്യം. അതായത് ഇപ്പോൾ അന്യൻ പോലെ ഒരു പടം, ഇന്ത്യൻ പോലെ ഒരു പടം, കള്ളപ്പണത്തിന് എതിരെയുള്ള പടങ്ങൾ, അഴിമതിക്കെതിരെയുള്ള പടങ്ങൾ, അങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള പടങ്ങൾ. ഈ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കയ്യടി നേടുകയും ജനഹൃദയങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്ത കുറേ നായികമാരുണ്ട്. 18 വർഷം നീണ്ടു നിന്ന ഒരു അഴിമതി കേസ്, അത് കോടതികൾ മാറി, ജഡ്ജിമാർ മാറി, അടുത്ത സംസ്ഥാനത്തേക്ക് പോയി, അവിടെ യാതൊരു ഗത്യന്തരമില്ലാതെ ജനങ്ങളുടെ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭരണാധികാരിയെ ശിക്ഷിക്കുന്നു. അത് നിയമം ഒരുപാട് വൈകി വന്ന ഒരു തീരുമാനമാണ്. പക്ഷേ അത്ര അഴിമതി നടത്തിയ ഒരു ഭരണാധികാരിയെ ശിക്ഷിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ണാവ്രതം ഇരിക്കുന്ന ഈ നായകന്മാർ, അഴിമതിക്കെതിരെയും കള്ളപ്പണത്തിനെതിരെയും അതേപോലുള്ള തിന്മകൾക്കെതിരെയും പടമെടുത്ത് ജനങ്ങളുടെ ഹൃദയത്തിലെത്തി. അവരെന്താണോ പറയാൻ ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ, ഇവരെന്താണോ ചെയ്യുന്നത്, ഇത് തമ്മിൽ താങ്കൾക്കൊരു ഭീകരമായ വ്യത്യാസം തോന്നിയിട്ടില്ല? ഞാനൊന്ന് പറയട്ടെ, ഇപ്പം ഏത് പൊളിറ്റീഷ്യനാണ് വന്നിട്ടുള്ള കുടുംബസ്വത്ത് കൊണ്ട് വന്നിട്ടുള്ളത്? അല്ല, അത് വേറൊരു കേസ്. No, I'm asking you a simple question. To run a party, you need money. കാശില്ലാതെ പാർട്ടി നടത്താനൊക്കത്തില്ലല്ലോ. ടു കളക്ട് ഒരു ക്രൗഡിനെ കളക്ട് ചെയ്യണമെങ്കിലും അങ്ങനെ പാർട്ടിയിലേക്ക് രസീത് കൊടുത്താൽ പോരെ? അല്ല, ഹൗ ഡസ് മായാവതി ഗെറ്റ് സോ മച്ച് മണി? അല്ലെ, ഒരു കറപ്ഷൻ കൊണ്ട് വേറെ കറപ്ഷൻ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇല്ല. പീപ്പിൾ, ഇഫ് യു വാണ്ട് എ കറപ്റ്റ് ഫ്രീ നേഷൻ, അത് ഒരിക്കലും ഉണ്ടാകത്തില്ല. ദർ ഇസ് നോ ഉട്ടോപ്പിയ ഹിയർ. Human beings naturally, by nature, all human beings are corrupt. ഓക്കെ, ഞാൻ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു സാർ, അത് ജനറലൈസ് ചെയ്യാണ്. അതായത് ഇങ്ങനെ ഒരു ഭരണാധികാരി കറപ്ഷൻ്റെ പേരിലോ അല്ലെങ്കിൽ അഴിമതിയുടെ പേരിലോ ശിക്ഷിക്കപ്പെടുമ്പോൾ അഴിമതിക്കെതിരെ ഉള്ള പടങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കള്ളപ്പണത്തിനെതിരെയൊക്കെയുള്ള പടങ്ങൾ എടുത്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ ആരാധ്യ പാത്രങ്ങളാകുന്നവരാണ് അവർക്ക് വേണ്ടി ഉണ്ണാവ്രതം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിലുള്ള ഒരു വൈരുദ്ധ്യം. ഇല്ല, ഞാൻ അതിൻ്റെ ഒരു സട്ടിൽ ഡിഫറൻസ് പറയാം. The actor who does that against corruption, against ഇതെന്നൊക്കെ പറയുന്ന ഈ ഓഡിയൻസ് കാണുന്ന is not against corruption. They find a hero fighting against injustice. അത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, സന്ദേശം മറ്റേ ഡോക്മാറ്റിക്, അതിലൂടെയാണ് ഈ ചോദ്യത്തിലേക്ക് വരാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ സാർ അവിടെ കമ്മിറ്റഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല, അതുമാകാം ഇതുമാകാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വരുമ്പോഴും
ഇത് ശരിയാണോ? ഈ നടന്മാരെല്ലാം ഈ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി അവർ പേടിക്കുന്നു അല്ലേ? അവരൊരു റിലീസിങ് മാറിപ്പോകുമോ, അല്ലെങ്കിൽ പടം ഇറക്കാൻ അവർ സമ്മതിക്കില്ലേ, അവർ തിരിച്ചു വരുമെന്ന് പേടിച്ചല്ലേ? ഇല്ല. താങ്കൾ ആ ഉപവാസമായിട്ട് എങ്ങനെയാണ് സഹകരിച്ചിരുന്നത്? സിനിമാ ബന്ധം ഉപവാസമൊക്കെ നടത്തിയല്ലോ ജയലളിതയുടെ. No, I have met her only once, that was twice. That was much before she got into അപ്പം MGR ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ മീറ്റ് ചെയ്തത്. പുള്ളിക്കാരത്തി ഷീ വാസ് ഓൺ ദ ഈ ടാക്സ് എക്സെപ്ഷൻ ബോർഡിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീണ്ടും ഒരു കാലത്ത് കൊണ്ടുപോയി ടാക്സ് എക്സെപ്ഷൻ വാങ്ങിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരത്തി അന്നത്തെ ഇതിൽ വന്നില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഷോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. പടം വളരെ ഇഷ്ടമായി. 3 പേജ് ഇത് ചെയ്തു. ഷീ ട്രൈ ടു ഹെൽപ്പ് മീ ഔട്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ല ടാക്സ് എക്സെപ്ഷൻ. ഈ ഉപവാസ സമരത്തെ അതൊരു വലിയൊരു സംഭവമാണ് ശരിക്കും, ചരിത്ര സംഭവം, ഒരു സാമൂഹിക സംഭവമാണ്. എന്തായാലും താങ്കൾ ഒരു തമിഴ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. എന്തായിരുന്നു താങ്കളുടെ നിലപാട്? അതിനെ സഹകരിച്ചിരുന്നു? സിനിമാ താരങ്ങളുടെ ഉപവാസം, അവരുടെ ഓരോരുത്തർക്ക് സിനിമ, പോളിറ്റിക്സ് ആൻഡ് സിനിമ ആർ വെരി ഇന്റർലിങ്ക്ഡ് ദെയർ. തമിഴ്നാട്ടിലാണ്. ബിക്കോസ് യു ടേക്ക് ദ ദ്രവിഡിയൻ മൂവ്മെൻറ്റ്, all the people from cinema, they came from the stage to cinema and then to politics. At all time you will notice that the Tamil actor and Tamil cinema is very linked. Okay, that's adu ivide illa. That goes without saying. Namakariya ഞാൻ ചോദിച്ച. So when they sit, they have their political alliances, you know. See, everyone wants their power, you see. No one is a Gandhi. അല്ല, ജയലളിതയ്ക്കെതിരെ നിലകൊണ്ടുകൊണ്ട് അവിടെ ഒരു സിനിമാക്കാരന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയില്ലേ? അങ്ങനെ ഇല്ല. No. How can anyone stop anyone? But okay, if you have power, you can. Probably the fear, some people fear that, some people don't fear that. അങ്ങനെയുണ്ട്. ശരത് കുമാർ ഒക്കെ ഇരിക്കുന്നുണ്ട്. He's a politician, അല്ലേ? സൂര്യ. He's a politician. സൂര്യ. Yeah, because നമ്മൾ നോക്കുമ്പോൾ ഞാൻ again I come to the same point. In Tamil Nadu politics ഇത് ഭയങ്കര ലിങ്ക്ഡാണ്. In Kerala it is not that. അല്ല, ലിങ്ക്ഡ് ആണെന്ന് പറയുമ്പോൾ രണ്ട് കക്ഷി, ഇപ്പോൾ DMK എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്, അവർ കുറേ നിരന്തരമായി മാറി തിരിഞ്ഞും ഭരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അവർ ഒരു അഴിമതി കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും കരഞ്ഞു വിളിക്കുകയും ഉണ്ണാവൃതം ഇരിക്കുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ, താങ്കൾ ഒരു മലയാളിയാണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും ഇന്ദിരാഗാന്ധി അവാർഡ് ബെസ്റ്റ് ആദ്യത്തെ നവാഗത സംവിധാനമുള്ള അവാർഡ് കിട്ടിയതാണ്. താങ്കൾക്ക് അതിനൊരു നിലപാടുണ്ടാകുമല്ലോ. See, what everyone chooses is his own right. എനിക്ക് അവരെ അത് കുറ്റമാണ്, അത് ശരിയാണ്, റൈറ്റാണ്, അവനവൻ്റെ റീസൺസ് കാണും. കമൽഹാസൻ പോയില്ല. കമൽഹാസൻ is a different person. കമൽഹാസൻ is not frightened. കമൽഹാസന് പേടിയില്ല. The same thing രജനീകാന്ത് പറഞ്ഞില്ലേ, അടുത്ത പ്രാവശ്യം ജയലളിത വന്നാൽ ഈ തമിഴ്നാട് നശിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയല്ല. രജനീകാന്തി പറഞ്ഞ സുഖമില്ലെന്നാണ്. എന്തോ നല്ല സുഖമില്ല, വരാൻ പറ്റുന്നില്ല എന്നാണ് രജനീകാന്തി പറഞ്ഞത്. അല്ലാതെ ഇത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. ഏത് ഈ ഉപവാസം, സിനിമാ താരങ്ങൾ ഉപവാസം ഇരിക്കുന്നുണ്ടല്ലോ ജയലളിതയ്ക്ക് വേണ്ടി, അവർ രജനീകാന്ത് പറഞ്ഞത് എനിക്ക് ശാരീരികമായിട്ട് അത്ര സുഖമില്ല എന്നാണ് പറഞ്ഞത്. അതെ. So it's an excuse. But he is not well. He is not well. That is sure, because he is not really well. പക്ഷേ തിരിച്ച് ഇങ്ങനെ പറയാമെന്നില്ല, എനിക്കിതിനോട് യോജിപ്പില്ല, എനിക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്ദേശം അവിടെ വരിക ആയിരിക്കാം. പക്ഷേ ബട്ട് ഈച്ച് വൺ, നമുക്ക് ബാക്കിയുള്ളതിനെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമില്ല. ദേ ഡു ഇറ്റ് ഔട്ട് ഓഫ് ദെയർ ഓൺ കമ്പൾഷൻസ്. അത് ശരിയാണോ തെറ്റാണോ അവരുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ അത് ശരിയായിരിക്കും. ഓക്കെ സാർ, അതിനകത്തൊന്നും പറയില്ല. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ സിനിമ ഇപ്പോൾ ഒരു 45-46 വർഷമായിട്ട് സിനിമയിലുണ്ട്. മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു 2 സംഭവങ്ങൾ എടുക്കണം. ജസ്റ്റ് യു പിക്ക് ആൻഡ് ചൂസ് 2 events that shouldn't have happened, or you're happy if it didn't happen. No, ഞാനൊരു shouldn't have happened എന്ന് എനിക്കൊരു, whatever happens to me I take as a lesson. എന്നെ പഠിപ്പിക്കും. ഇറ്റ് മേക്സ് മീ സ്ട്രോങ്ങർ. ഞാൻ ഒരു സാധനവും ഞാൻ whether I did wrong or right ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. You don't regret? I don't regret. I have no regrets. Everything is a lesson. Everything is a lesson. Everything makes you grow. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സംഭവം എൻ്റെ ഹൈൻസൈറ്റിൽ നോക്കുമ്പോൾ
ഞാൻ ഇനി ഒരു ചാൻസ് കൂടെ കിട്ടുകയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുക എന്ന് ഉറപ്പുള്ള ദാറ്റ് ഡെഫിനറ്റ്ലി അതുണ്ടായിരിക്കും ചിലപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് യു ഡോണ്ട് ഗെറ്റ് ദ തിങ്സ് ദറ്റ് യു വോണ്ട് ടു ഡു ഐ കുഡ് ഹവ് ഡൺ ദിസ് ബെറ്റർ അത് സാധാരണ മനുഷ്യന് വരുന്ന ഇതാണ്. അപ്പോൾ വാട്ട് അബൌട്ട് യുവർ family life, marriages? No, I realized I am not a husband material. They are husband material Allah. But you tried twice. I tried because you fell in love and you got married first time. Yeah, it was I was in love at that time. Love it was a romantic love and everything was I don't know. Second marriage was arranged for me by my friend in the Bharya arranged. I was going through a very deep depression at that time because my best friend Ravichandran Ravi Maman of MRF. Pulikanna Manu enne shatter cheyidayirunnu. Because see, when your friend dies, you grieve alone because you cannot grieve with anyone else. Within 2 months of his death, his wife thought I was going down the drain, and arranged this marriage. I said, okay, get married. But we were really not made for each other, It took 5 years to understand. Yeah. And everything was going down for me at that time. ഒരു മെൻ്റൽ ഡിപ്രഷനിൽ നിന്ന് വെളിയെ വരാനുള്ള ഇതായിരുന്നു. താങ്കൾ അഭിനയിച്ച ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് ഇത്രയും 90-100 സിനിമ താങ്കളുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നിയൊരു ക്യാരക്ടർ, someone you can really relate to without much. മറ്റത് പലതും പല ഷെയ്ഡ്സ് ഓഫ് ഇതുണ്ടാവുമല്ലോ, നമ്മളുടെ പല ഷെയ്ഡ്സും ഉണ്ടാവും, പക്ഷെ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രം എന്ന് തോന്നിയത് I do more of method. I have to get into the character. എനിക്ക് ഏറ്റവും നല്ല റോള് in 35 years of my life കിട്ടിയത് Once Upon a Time There Was a Kallan. ഏതാണ്? Once Upon a Time There Was a Kallan. അതെൻ്റെ 100ാമത്തെ പടം. അതെനിക്ക് കിട്ടിയപ്പോൾ ആദ്യം വന്ന് എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ എന്നെ നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വെച്ചു. ഷുഡ് ഗോ ടു നെടുമുടി വേണമെന്നുണ്ടെങ്കിൽ ഓർ തിലകൻ ഗ്രേറ്റ് ആക്ടേഴ്സ് ലൈക്ക് ദാറ്റ് വൈ കം ടു മീ. പക്ഷെ പുള്ളിക്കാരൻ ഹി വാസ് ഷുവർ ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോഴാണ് എനിക്ക് പേടി വന്നത്. ആ ക്യാരക്ടറുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ ഐ ആം എ ലോൺ, ഹീ ഈസ് എ ലോൺ. ആ ലോൺലിനെസ് എനിക്ക് ടു ബി എ ലോൺ അതെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ഞാൻ വളരെ സിൻസിയറിറ്റി ഐ ഗിവ് മൈ ഹാർട്ട് ദാറ്റ് വൺ പിക്ചർ കളർ. ഇറ്റ് ഈസ് മൈ ബെസ്റ്റ് വർക്ക്. എനിക്ക് അതിൻ്റെ ഹാങ് ഓവർ പോകാൻ കുറേ കാലം എടുത്തു. ഈ ആൻഡ്രോക്ലിസ് ആൻഡ് ലയൺ മറ്റേ ബെർണാഷയുടെ ഒരു നാടകം കണ്ടുകൊണ്ടാണ് ഭരതൻ ഞങ്ങളെ ഇംപ്രസ് ചെയ്യുന്നത്. പക്ഷെ ഭരതനും പത്മരാജൻ്റെയും ഒരു വലിയ പിന്തുണ, അതൊരു എന്താ പറയുക, താങ്കൾ തന്നെ പറയുന്ന ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ഇൻ യു, ആ ഒരു തലത്തിൽ പോകുന്ന രീതിയിലുള്ള ഒരു ബിലീഫ് ഉണ്ടായിരുന്നു താങ്കൾ. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അല്ല, ഐ മീൻ ഒരു ആക്ടർ എന്ന നിലയില്ലേ, പൊതുവിൽ ഭരതനും പത്മരാജനും ഉണ്ടായിരുന്നില്ല എങ്കിൽ താങ്കൾക്ക് ഈ രീതിയിലുള്ള ഒരു അത് അവരൊരു താങ്കളിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു അന്ധവിശ്വാസം പോലുള്ള ഒരു വിശ്വാസം, അത്രയ്ക്കൊരു തീവ്രമായ, ഈവൻ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പലരും തിരിച്ച് പറയുമ്പോഴും സ്റ്റാൻഡിങ് ബൈ യു. യെസ്, they should by me. എന്താണ് താങ്കൾ അവർ കണ്ടതെന്ന് താങ്കൾ? അല്ല, probably because in Androcles in the lion, I played the lion ഭാഷയിലല്ലോ. I was doing mime all the time, almost miming, So അത് കണ്ടിട്ടാ he is new. And Bharathan the choice of characters എന്ന് പറയുന്നത്. ഭരതൻ എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഈ പ്രതാപ് പോത്തൻ എന്ന നടനിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഭരതൻ പറഞ്ഞിട്ടുണ്ട്. He used to like my involvement. And your involvement in the character, involvement in his pictures. Plus points as an actor എന്തെങ്കിലും അങ്ങനെ ഒരു കാണുമല്ലോ എനിക്ക്. ഇല്ല, എൻ്റെ plus points of an actor he has told Vineet. വിനീത് ഈയിടെ ജോണി ലൂക്കസിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തകര എടുത്ത് കൊടുത്തിട്ട് ഇത് മുഴുവൻ കണ്ടിട്ട് പ്രതാപ് ഫുള്ളായിട്ട് ഉൾക്കൊണ്ട് ചെയ്ത ക്യാരക്ടർ, യു മസ്റ്റ് ഹാവ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്നാണ്. യു സീ ദ ക്യാരക്ടർ, യു സീ ഫ്രം ദിസ് ഹെയർ ടു തിങ്. ദാറ്റ് ഇസ് വാട്ട് വിനീത് സെഡ്. അല്ല, ഞാൻ കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം ഒരു നടനെ ഒരു then probably face. അപ്പം നമ്മൾ who would choose a headload worker like Achungunya for lorry? Yes, very suitable.
He's suitable for that. Very suitable. How many people have that knack of choosing the correct But he face? is also an actor, I think, having some acting background. He was a head load worker, but നാടൻ ചെയ്യുന്നുണ്ടായിരുന്നു. നാടൻ ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു ചോദിക്കുന്നു, താങ്കൾ എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്നായിരുന്നു. ഈ ലോറിയുടെ ക്ലൈമാക്സ് അന്നത്തെ കാലത്ത് ഒരു കിടിലൻ സാധനമായിരുന്നല്ലേ? അതെ. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. അത് എവിടെയായിരുന്നു ഇത്? It was ഞാൻ മറന്നു. The last bit we took somewhere in എനിക്ക് മറന്നു. വയനാട്ടിലല്ല, ഇടുക്കി, മൂന്നാർ. ഇല്ലല്ല, ആ സൈഡിലേ ഇല്ല. ഒരു ഹൈ റേഞ്ച്. സം പാർട്സ് ഇൻ തമിഴ്നാട്, സം പാർട്സ് ഇൻ കേരള ഉണ്ടായിരുന്നു. ആ ഫൈനൽ ഇത് എനിക്കറിയാം. ആ ലോറി മറിഞ്ഞു വീഴുന്ന വി ഹാഡ് ടു ടേക്ക് ഇറ്റ് ട്വൈസ്. ഒരു 2 ക്യാമറ വെച്ച് അശോക് കുമാർ ഇവിടെ താഴെ ഇരിക്കുമായിരുന്നു. ലോറി മറിച്ചിട്ടപ്പോൾ ലോറി പിന്നെ വേറെ ഒരു ലോറി കൊണ്ടുവരണമെങ്കിൽ പിന്നെ ഏറ്റുപെട്ട അത് ഷെഡ്യൂൾ. 2 ലോറി പോയി. 2 ലോറി പോയി. പക്ഷെ അതെന്തായാലും അത് നല്ല ഒരു വൈബ്രന്റ് ആയിട്ടുള്ള സാധനമാണല്ലേ? യെസ്, ഇറ്റ് വാസ് വെരി വെരി വെരി. അതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് എന്താണ് ആ ലാസ്റ്റ് ക്ലൈമാക്സിന്റെ മ്യൂസിക്? ദാറ്റ് വാസ് MS വിഷുവാണ്. MS വിഷു ചെണ്ടയാണ്. എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന സാധനം? എനിക്ക് ഓർമ്മയില്ല അതിനെ. കണ്ടിട്ടില്ലേ? ഞാൻ ഇന്നലെ ഒന്ന് കണ്ടു. അപ്പോൾ ഒരു പഴയ പടമാണെങ്കിൽ ഞാൻ മോസ്റ്റ് ഓഫ് മൈ പിക്ചേഴ്സ് ഞാൻ കാണുന്ന എൻ്റെ പാട്ട് വരുമ്പോൾ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. അല്ല, യു ആർ ഇൻ ദാറ്റ് ഫിലിം. ക്ലൈമാക്സിലുണ്ട്. നമ്മൾ മുമ്പ് സദാചാര പോലീസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കുശ്ബു എന്ന് പറയുന്നൊരു നടി, അവർക്കെതിരെ ചൂലുമായിട്ടാണ് അവിടുത്തെ സ്ത്രീകൾ രംഗത്തിറങ്ങി. എത്ര പലപ്പോഴും സിനിമാക്കാരുടെ ഒരു അഭിപ്രായം അവരുടെ കൂടെ പോകുന്നതാണ്, അവരുടെ ഒപ്പം നിൽക്കുന്നതാണ്. പക്ഷേ അവർക്ക് ആരുടെയും ഭാഗത്തു നിന്നൊരു പിന്തുണ അപ്പോൾ കിട്ടിയിട്ടില്ല, അല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. പക്ഷെ അവർ കേസ് അവസാനം വിജയിക്കുകയും ചെയ്തില്ല. അതെ. എന്തായിരുന്നു ഒരു ആപതി? ഒരു കുശ്ബു എന്ന് പറയുന്ന പിന്നെ അവളുടെ രണ്ടാമത്തെ തമിഴ് പടം ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇത് വെച്ചുവിഴ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുമായിട്ട് മൈഡിയ മാത്താൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈഡിയ മാത്താൻ. I find her an extremely bold woman, and ഒരു നോർത്തിൽ നിന്ന് വന്ന ഒരു പെണ്ണ് തമിഴ് പഠിച്ച് തമിഴ് എഴുതാൻ പഠിച്ച് ടു ബി ഏബിൾ ടു സ്റ്റാൻഡ് ഇൻ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ആൻഡ് വാട്ട് പുള്ളിക്കാരത്തി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. വാട്ട് ഈസ് ഷീ സെഡ് ദാറ്റ് ഇസ് റോങ്. ബട്ട് അത് അഗൈൻ ഇത് പറയുന്ന ആരാ എതിര്, ആരാ പിടിച്ചു താക്കുന്ന, ആരാ ഇത് ഈ സംഭവങ്ങൾ വലുതാക്കുന്നത്, നമുക്ക് ആരെന്ന് ചൂണ്ടിക്കാണിക്കാനൊക്കുന്നില്ല. ഈ ഗ്രൂപ്പോ ആ ഗ്രൂപ്പോ ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. പക്ഷേ അതൊരു വലിയ ഇരട്ടത്തപ്പല്ല. ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ മിക്കവാറും ഈവൻ പാട്ട് സീനുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വളരെ പലപ്പോഴും വൾഗറെന്ന് തോന്നിക്കുന്ന രീതിയിൽ പല വസ്ത്രധാരണ രീതികളും പുതിയ പടങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു ഇരട്ടത്താപ്പ്, ഒരു ഹിപ്പോക്രസി അവിടെ കാണുന്നത്. അഗൈൻ ഐ എം ടോക്കിംഗ് അബൌട്ട് മോബ് മെന്റാലിറ്റി. ഇപ്പോൾ ഒരുത്തൻ മതി ഒരു മോബിനെ കിൻഡിൽ ചെയ്യാൻ. നമ്മൾ ജൂലിയസ് സീസർ എടുത്ത അതിൻ്റെ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ യു ക്യാൻ മാനിപ്പുലേറ്റ് എ മോബ് മാർക്ക് ആന്റണിയുടെ സ്പീച്ച് ആയിരുന്നു അതിൽ. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ചില നിലപാടുകൾ കമലഹാസൻ തമിഴ്നാട് സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്താണ്. കമലഹാസൻ്റെ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് യു ആർ വെരി പ്രൗഡ് ഓഫ്? ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം ബിക്കോസ് ഒന്നുണ്ട്, ഹീ ഈസ് എ ടോട്ടൽ സിനിമ മാൻ. ഹീ ലവ് സിനിമ. പുള്ളിക്കാരൻ്റെ കാശെടുത്തിട്ട് വസ്തുക്കൾ വാങ്ങിക്കാനോ അതിനൊന്നുമല്ല. പുള്ളിക്കാരൻ ഓൺലി ഹാസ് വൺ തിങ് ഇൻ ഹിസ് മൈൻഡ്, സിനിമ. അങ്ങനെ ചെയ്ത് തെറ്റോ ശരിയോ അങ്ങനെ ചിലപ്പോൾ പാളിപ്പോവും, ചില സ്ക്രിപ്റ്റുകൾ പാളിപ്പോവും, ചിലത് ഇതായിപ്പോവും. ബട്ട് ഹീ സ്റ്റിക്സ് ടു ഹിസ് ട്രാക്ക്. വിശ്വരൂപം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മതപരമായിട്ടുള്ള ഭീഷണികൾ വന്നു. പക്ഷേ കമലഹാസൻ്റെ കൂടെ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതിനെതിരെ നിൽക്കാൻ ഉണ്ടായിരുന്നു. മൈ ഫേസ്ബുക്ക് all my updates. You were with him? I was with him. But as a whole, the Tamil film industry? See, as a whole, the Tamil film... See, സിനിമയിലെ ഒന്നേ രജനീകാന്ത് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. രജനീകാന്ത് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കമലഹാസന് അന്ന അവസ്ഥയിൽ. No, definitely, because what Kamal Haasan was doing was he was just making a picture. പക്ഷേ പൊതുവിൽ സിനിമാക്കാർ എന്തായിരുന്നു ഒരു സമീപനം? കമലഹാസനെ കൊണ്ട് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യിച്ചില്ലേ? See, most people are jealous of Kamal Haasan because of his enormous talent. പിന്നെ അവൻ്റെ belief, he doesn't bow down to anyone. ആരെയും പേടിയില്ല. ആരെയും പേടിയില്ല പുള്ളിക്കാരൻ.
പുള്ളിക്കാരൻ്റെ വ്യൂസ് ഉണ്ട്. ഈസ് എ വെരി വെൽ റെഡ് മാൻ, എരുഡൈറ്റ് മാൻ. എന്തൊക്കെ വിചാരിച്ചാലും പുള്ളിക്കാരൻ he openly states, being a Brahmin, he openly states, I don't believe in God. But it's okay in Tamil Nadu, because avade Dravidian movement undayathu don't believe in God la. But most of the time nammal nokkiyal they still have, you think Kamal Hassan can't go and stop other people's beliefs. He thenga yuttunna onnu nirthan okkathillല്ലോ. He lets it go. പുള്ളിയുടെ പടത്തിൽ ചെയ്തിട്ടില്ലല്ലേ? പുള്ളി സ്വയം നിർമ്മിച്ച പടങ്ങളിലൊക്കെ ഇത്തരം പൂജകളില്ലാതല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ മലയാളത്തിലൊരു പുതിയൊരു സാധനമാണ് ഈ ന്യൂ ജനറേഷൻ ഫിലിംസ്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം പറഞ്ഞത് ഞാൻ വായിച്ചു. ന്യൂ ജനറേഷൻ ഫിലിംസിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആക്ടേഴ്സ് അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കി ഇത്തരം ഫിലിംസ് പണ്ടും ഉണ്ടായിരുന്നു. ഫ്രാൻസിലാണ് തുടങ്ങിയത്, PN മേനോൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇത് ഒരു പുതിയതായിട്ട് പരാമർശിക്കേണ്ട ഒരു കാര്യമൊന്നും അതിനകത്തില്ല. ഇത് എല്ലാ കാലത്തും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അത്രയ്ക്ക് നിസ്സാരമായ മാറ്റങ്ങളെ താങ്കൾ കാണുന്നുള്ളൂ ഈ ഇപ്പോൾ? അത്രേ ഉള്ളൂ. വാസൻ തകര ന്യൂ ജനറേഷൻ ഫിലിം ആ സമയത്ത് എന്തായിരുന്നു ഡിഫറൻസ്? ഭയങ്കര ഡിഫറൻസ്. The screenplay was different. The actors were new. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ഷെഡ് ഇവൻ്റായിട്ട് കാണത്തക്ക രീതിയിലുള്ള സംഭവം ഒന്നും അതിനകത്തില്ല. ഇല്ല. ഓൺലി നൗ ഇപ്പോൾ സിനിമ എടുക്കാൻ ഈസി ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരു മോണിറ്ററുണ്ട്, എടുക്കും, ആർക്ക് വേണമെങ്കിൽ സിനിമ എടുക്കാം. ഇഫ് യു ഹാവ് എ ഡിജിറ്റൽ ക്യാമറ. അതുകൊണ്ടാണ് ഈ 120 പടങ്ങൾ ഒരു വർഷം. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിന്, കേരളത്തിന് ഒരു വർഷം വയബിളായിട്ട് എത്ര മലയാള സിനിമകൾ താങ്ങാൻ സാധിക്കും? I think Malayalam is a very, very small market, and നമുക്കൊന്നും ഈ മാർക്കറ്റ് ക്യാപ്പ് വെക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഒരു സമയത്ത് പറഞ്ഞു, ഏതാ ഒരു ദിലീപിൻ്റെ പടം ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്, 11 crores സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് പരമാവധി എന്ന് പറഞ്ഞു മലയാളം മാർക്കറ്റിൻ്റെ മാക്സിമം കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ദെൻ ദിസ് കൈം ആൻഡ് പ്രൂവ്ഡ് അതർവൈസ് ഇല്ലേ, 2 പടങ്ങൾ വന്ന് പ്രൂവ്ഡ് അതർവൈസ് ഇല്ലേ. ഏത് ജിത്തു ജോസഫിൻ്റെ പടം, പിന്നെ ദൃശ്യം പ്ലസ് ബാംഗ്ലൂർ ഡേയ്സ്. ഇത് രണ്ടും വന്ന് they lifted the collections to more than 25 crores. I don't know the exact figures. ഇവിടെ ആക്ച്വൽ ഫിഗേഴ്സ് ആർക്കും പറയത്തില്ല. It is just എവിടെയെങ്കിലും പറയാറുണ്ടോ? I don't think so. ഇവിടെ പറയില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് എല്ലാവർക്കും സിനിമയിൽ കയറാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. എന്ന് വെച്ചാൽ നോ അതർ പ്രൊഫഷൻ ഗിവ്സ് യു ഗ്ലാമർ, popularity, fame and money, and license to do certain things, and license to do certain things. What do you feel like, you know? No other profession. അപ്പോൾ എല്ലാവർക്കും ഈ പ്രൊഫഷൻ്റെ അകത്ത് കയറണമെന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഡയറക്ടർ. മാത്രമല്ല ഈ സദാചാര മാഫിയയുടെ ശല്യമില്ലാതെയും ജീവിക്കാൻ ഒരു അവസരം സിനിമ നൽകുന്നുണ്ട്. Most of the things that you do openly or in your societal life, if behind cinema you can't, because നമുക്ക് ഒരു ഉണ്ട്, once you സിനിമയിലെ സദാചാരം പൊതുവിൽ എല്ലാവരും പറയുന്നത് സിനിമ വളരെ മോശമാണ്, അവിടെ പലതും നടക്കും, അങ്ങനെയൊക്കെ ഒരു ധാരണ എന്തായാലും ആൾക്കാർ. അത് ഏത് പ്രൊഫഷനിലും നടക്കും. പക്ഷേ സിനിമ ഇറ്റ് ഇസ് മോർ നോട്ടിസ്ഡ്. സിനിമയിൽ ഒരു ഗോസിപ്പ് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. ഗോസിപ്പ് എവ്രി വൺ ലൈക്സ്. ഞാൻ വന്ന് നിങ്ങളൊക്കെ യുനോ അബൌട്ട് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു നോക്കും. ബിക്കോസ് എവ്രി വൺ ലൈക്സ് ഗോസിപ്പ്, എസ്പെഷ്യലി ഗോസിപ്പ് അബൌട്ട് ഫിലിം പീപ്പിൾ. The same thing happens in every industry, in politics, in everything. But അതൊന്നും വെളി വരത്തില്ല. ലൈംഗിക ചൂഷണം സിനിമയിൽ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു പൊതു വിശ്വാസമുണ്ട്, ഒരു പൊതുബോധം. അതായത് ഒരു എന്താ പറയുക, സമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, സിനിമയിൽ ഇങ്ങനെ ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, പുറത്ത് പറയാൻ. അതാ ഞാൻ പറയുന്നത്, എല്ലാ പ്രൊഫഷനിലും നടക്കത്തേ ഉള്ളൂ. അന്നത്തെ കാലത്ത് സിനിമയിൽ വരുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് കൺസിഡേർഡ് ഡൗൺ. ഇപ്പം വരുന്ന പെണ്ണുങ്ങളെന്നൊക്കെ പറയുന്നത് ദേ ആർ ഫ്രം ഗുഡ് ഫാമിലീസ് ആൻഡ് ഗുഡ് ഇത്. ഞാൻ നിങ്ങൾ പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ലൈക്ക് നടിയ മൊയ്തു. ഹാവ് യു ഹേർഡ് എനിത്തിങ് അബൌട്ട് ഹർ? നത്തിങ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ ഇരിക്കും. ഇഫ് യു ഗിവ് എ പേഴ്സൺ എ ചാൻസ് ടു എക്സ്പ്ലോയിറ്റ് യു, യു ആർ എക്സ്പ്ലോയിറ്റഡ്.
പിന്നെ ആദ്യത്തെ ചാൻസിന് വേണ്ടി പോയി ഇഫ് യു ഹാവ് നോ ടാലൻറ്റ് ദെൻ യു ടെൻ ടു ഹാവ് ടു സ്ലീപ്പ് വേ അപ്പ്. അല്ല അത് ദാറ്റ് ഇസ് നോട്ട് ഓൺലി ഇൻ സിനിമ, എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. അല്ല, സിനിമയിലെ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന് സമ്പത്ത്, മറ്റൊന്ന് സൗന്ദര്യം. സമ്പത്ത് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരും. പണം, പിന്നെ പാരമ്പര്യം. അച്ഛൻ ഡയറക്ടറായിരുന്നു. ഈ രണ്ട് സാധനങ്ങളും ഉള്ളവർക്ക് മാത്രമേ അവരിലുള്ള ടാലൻറ്റ് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടാറുള്ളൂ. അത് ശരി. അതിന് വെച്ചാൽ ഈ ഗ്രേയുടെ എലജി റിട്ടൺ കണ്ടി ചർച്ചയായിട്ട് പറയുന്നതാണ്, വനപുഷ്പങ്ങൾ കൊടുങ്കാട്ടിൽ വളരുന്നു, പരിലസിക്കുന്നു, സുഗന്ധം പിറക്കുന്നു, ആരും അത് ആസ്വദിക്കാനില്ല, കാണാനില്ല. അണ്ണാ, ഹലോ. ആണാ, വീട്ടില. അതെ അതെ. എന്തോ ഏത് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചാൽ മറ്റേ എൻ്റെ ഇതില്ലോ നമ്മുടെ ഫസലിനെ വിളിച്ച് ചോദിച്ചാൽ കിട്ടും. ശരി. എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു? അത് ഞാൻ എഗ്രി ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്നെക്കാട്ടി ടാലൻറ്റഡ് ആളുകളുണ്ടാവും. ഇതാ നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളത് വെരി വെരി ഡിഫിക്കൾട്ട്. എന്ന് വെച്ചാൽ സോ മെനി പീപ്പിൾ ഗോ ആൻഡ് ഇത്രയും പടങ്ങളെ എടുക്കാനൊക്കത്തുള്ളൂ, ഇത്രയും ആളുകളെ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ there are a lot of people. I'm sure there are much more brilliant actors than what actors we have today here in ഇത് നിറയെ പേരുണ്ട്. ഈ മലയാള സിനിമയിലെ ഈ സൂപ്പർ താരങ്ങളുടെ ഈ നീരാളിപ്പിടുത്തം, ഒക്ടോപ്പസ് ഹോൾഡ്, അത് മറ്റാരെയും ഇപ്പോൾ ഉദാഹരണമായിട്ട് യേശുദാസിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി പരക്കെ ഈ ഗാനം പലരുടെയും സാധ്യതകളെ തടഞ്ഞുവെന്നും തരങ്ങണി സ്റ്റുഡിയോയ്ക്ക് കാസറ്റ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഈവൻ പാടുന്ന പാട്ടുകളുടെ പേറ്റൻറ്റ്, ഉത്സവത്തിന് പാടുന്ന പാട്ടുകളുടെ പോലും പേറ്റൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു തുക പുള്ളിക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള അത്രയ്ക്കൊരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചില ക്ലിക്കുകൾ അല്ലെങ്കിൽ നിഴലുകൾ, ആ നിഴലുകളിൽ മറ്റുള്ളവരുടെ സാധ്യതകൾ മുഴുവൻ പോകുന്ന ഒരു രീതി മലയാള സിനിമയിൽ കാണുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് സൂപ്പർ നടന്മാർ എന്നറിയപ്പെടുന്ന ഈ സൂപ്പർ നടന്മാർ തന്നെ എത്ര പടത്തിൽ അഭിനയിക്കാൻ ഒക്കും? അല്ല, ഞാൻ ചോദിക്കട്ടെ, തിയേറ്റർ കിട്ടണ്ടേ? അല്ല, ഇവന്മാർ തന്നെ എത്ര പടത്തിൽ അഭിനയിക്കാൻ ഒക്കും? A year, you tell me logically how many pictures can they act? അല്ല, അവർ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പടങ്ങൾ പരാജയപ്പെടുന്നത് അവരെ ബാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഇൻഷുറൻസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതാ ഈ സിനിമയുടെ ഇത്. ബിക്കോസ് none of them. ഹിന്ദിയിൽ പോലും അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഹിന്ദിയിലുണ്ടായിരുന്നല്ലോ, ലതാ മങ്കേഷ്കർ ആരും ഇവിടത്തിൽ നിന്നൊക്കെ ഒരുപാട് പരാതികളുണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ നടന്മാരുടെ കാര്യം പറഞ്ഞു. ലതാ മങ്കേഷ്കർ ഓക്കെ വിശ്വാസമായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞ ഇപ്പോൾ അഭിനയിക്കുന്ന പടങ്ങളെല്ലാം പൊട്ടിയാലും വീണ്ടും റേറ്റ് കൂട്ടി പുതിയ പടങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ വ്യാപാരപരമായിട്ടുള്ള ബന്ധങ്ങൾ. അത് ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇവർ ആസ്ക്രൈബ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ ഫസ്റ്റ് ഡേയിൽ എത്ര പേര് പോവും എന്നുള്ളൊരു കാൽക്കുലേഷനാണ്. ഓൾ ദ സാറ്റലൈറ്റ് ചാനൽസ് ഈ 4 മുഖത്തിലെ കാശ് കൊടുക്കത്തുള്ളൂ. ദേ ഡോണ്ട് ലുക്ക് അറ്റ് ദ സ്റ്റോറി. അവർ കഥയെപ്പറ്റി നോക്കുന്നില്ല, ആരുണ്ടാക്കുന്നതിനെ പറ്റി നോക്കുന്നില്ല, ഒന്നിനെ പറ്റി നോക്കുന്നില്ല, കലാമൂല്യം നോക്കുന്നില്ല. അപ്പോൾ ഇവർക്കൊരു വാല്യൂ ആസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പീപ്പിൾ ഗോ ആർ സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്. ബട്ട് ദേ ആർ നോട്ട് സേഫ്. ഇപ്പം എത്ര പ്രൊഡ്യൂസേഴ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ? നൺ. എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു? പണ്ടത്തെ കാലത്ത് നമ്മൾ ബാനർ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് സിനിമയ്ക്ക്. ഒരു സുപ്രിയ പിക്ചേഴ്സ്, ഒരു ബാഞ്ഞിലാസ്, ഒരു ജയഭാരതി, ബാനർ കണ്ടിട്ടാണ് പോകുന്നത്. വി ഡിഡ് ഗോ ഫോർ എ നസീർ പിക്ചർ, വി ഡിഡ് ഗോ ഫോർ എ സത്യൻ പിക്ചർ. അങ്ങനെ അല്ലായിരുന്നു. ഞാനിത് താങ്കളെ ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ യു സൗണ്ട് വെരി ആൻറ്റി ഇൻ്റലക്ച്വൽ. ഇൻ്റലക്ച്വൽ ഐ മീൻ ഈ ബുദ്ധിജീവികൾ അഭിപ്രായം പറയുന്ന അവന്മാരെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം, അവന്മാർക്ക് ഇതേക്ക് പടം എടുക്കാൻ പറ്റുമോ, മാസ് പടങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാനതിൻ്റെ ആളാണ്, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവന്മാർക്കൊന്നും വെറുതെ വാചമടിക്കുകയല്ലാതെ. അപ്പോൾ വളരെ ബൗദ്ധിക വിരുദ്ധമായി, അതായത് ഈ ജാടകളാണ് അത്തരം സിനിമകൾ. യഥാർത്ഥ സിനിമ എന്ന് പറയുന്നത് താങ്കൾ ഈ പറയുന്നതാണോ ഇങ്ങനെ പേരും വലിയ തലയും
എൻ്റർടൈൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ താങ്കൾ തന്നെ പറയുന്നു എനിക്ക് പലരുമായി വേവ് ലെങ്ത് പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ താങ്കൾ ഒരേ സമയം ഒരു ബൗദ്ധിക പക്ഷപാതിയായിട്ടും ഇൻ്റലക്ച്വലായിട്ടും അതേസമയം ഇൻ്റലക്ച്വൽസിനെയൊക്കെ ഒരു ലുക്ക് ഡൗൺ അപ്പോൺ രണ്ട് രീതിയിലും താങ്കൾ സംസാരിക്കുന്നെങ്കിൽ I don't look down upon intellectuals, but I am saying cinema ഒരു costly business-ആണ്. If you have to make cinema, why are you making cinema? To communicate, അല്ലേ? And if only an elite can understand your cinema, which is basically ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് കോൺസെപ്റ്റാണ്. അവിടെ നിന്നാണ് ഉണ്ടായത്. It was from the Nickelodeons to the പോയിട്ട് to entertain people. I am not against intellectual cinema എന്നൊക്കെ പറയുന്ന Tarkovsky, people like that, or Jean-Luc Godard who started, and Truffaut, ഇവരൊക്കെ starting the French New Wave. They contributed something to cinema. See, Godard's jump cuts ആണെങ്കിലും time and space ഒക്കെ മാറ്റി. Like here also, P.N. Menon took it out of the studios. അത് കഴിഞ്ഞ ഭാരതി രാജയൊക്കെ ചെയ്യുന്ന. That I can understand. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ മാസ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ അതേ മോഡലിലാണ് അടുത്ത ഫിലിം വരുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് എപ്പോഴും ഈ കാടി മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ആസ്വാദന നിലവാരവും അവരുടെ എല്ലാത്തിനും ഒരു നമുക്ക് സമൂഹത്തെയും കൂടി we have to lift actually. But you think the level of majority of the people are sheep. You allow them to be so forever. You cannot change them. How can you change them? So you don't believe cinema as a tool of social change? Cinema as a tool of social change, I don't think it is possible, because എപ്പോഴാ ഒരു തുലാഭാരം ഉണ്ടാക്കിയപ്പോൾ there was a social change, okay. But that is touching everyone's problem. അല്ല, എല്ലാ സിനിമയ്ക്കും ഒരു രാഷ്ട്രീയമില്ലേ? പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയമില്ലേ? ഉണ്ട്. മൈൻഡ്ലെസ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. ബാങ് ബാങ് എന്ന് പറഞ്ഞ ഒരു പടവും ഉണ്ട്. ഇറ്റ്സ് മൈൻഡ്ലെസ് സ്റ്റുപ്പിഡ് എൻ്റർടൈൻമെൻറ്റ്. ബാങ് ബാങ് എന്ന് പറഞ്ഞാൽ മൈൻഡ്ലെസ് സ്റ്റുപ്പിഡ് എൻ്റർടൈൻമെൻറ്റ്. Released along with Haider. Haider എന്ന് പറയുന്ന സിനിമ is an adaptation of Hamlet. In his trilogy, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ താങ്കൾ ഈ പറയുന്നതിനകത്തൊരു വൈരുദ്ധ്യം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ പത്മരാജൻ ഭരതൻ ഫിലിംസ്, അത് ഒരു സമൂഹത്തിൻ്റെ ആസ്വാദന നിലവാരം അല്ലെങ്കിൽ അവർ സിനിമയെ കാണുന്ന രീതിയിൽ ബോധപൂർവം ഇടപെടുന്ന ഒരു ഇടപെടൽ കൂടിയായിരുന്നു. അതൊരു പക്ഷേ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലും പിന്നീട് ഞങ്ങളെപ്പോലുള്ളവർക്കും മെച്ചപ്പെട്ട സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ സംവിധായകർ മാത്രമാണ് ശരിക്കും സിനിമയ്ക്ക് ഗുണമുണ്ടാക്കിയിട്ടുള്ളത്. മറിച്ച് താങ്കളീ പറയുന്ന 5 അടി 5 പാട്ട് എന്നുള്ള മോഡലിൽ പടങ്ങൾ ഇറക്കി വിജയിക്കുകയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന, പക്ഷേ താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതാണ് വേണ്ടത്. സപ്പോർട്ട് ചെയ്യുന്നില്ല. See, the Malayali audience is very intelligent. If you take a picture like Perichari, what is that picture? See, it is not even comedy. At least if it was comedy, they're taking it seriously. 3 people from here going to change the American system. I mean, there's a limit to ഞാൻ കണ്ടില്ല എൻ്റെ വീട്ടിലെ ഉപരി പറയാം. See, now ഒരു ഇൻടാഞ്ചിബിൾ സാധനമാണ്, നമുക്ക് ഊഹിക്കാൻ വയ്യാത്ത ഒരു ഇതായിരുന്നു കാഞ്ചന സീത. ഓക്കെ, കാഞ്ചന സീത, what was Aravindan trying to say? That Rama didn't look like that. Sita is nature. എന്നുള്ള ഒരു കോൺസെപ്റ്റ് സിനിമയിൽ കൊണ്ടുവന്ന ഒരു സാധാരണക്കാരനെ അത് മനസ്സിലാക്കിപ്പിക്കാൻ അവൻ മനസ്സിലാകത്തില്ല. ഓക്കെ, ഞാൻ അതിനൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നില്ല. അത് വെക്കട്ടെ. ഈ ഫേസ്ബുക്കിൽ താങ്കൾ വളരെ ആക്റ്റീവാണ്. ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമ, അതിൽ താങ്കൾക്ക് നായക തുല്യമായ ഒരു കഥാപാത്രം, നായകർ പ്രത്യേകിച്ചില്ല എങ്കിലും ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ സിനിമയെക്കുറിച്ച് താങ്കൾ ഫേസ്ബുക്കിൽ വളരെ അഭിമാനത്തോടെയും വളരെ സന്തോഷത്തോടെയും പല പോസ്റ്റുകളിട്ടു. പക്ഷെ ചില താങ്കളുടെ തന്നെ ഫ്രണ്ട്സ് അതിനോട് അത്ര ക്രിയാത്മകമായി പ്രതികരിച്ചില്ല എന്ന് താങ്കൾക്ക് തോന്നി. താങ്കൾ വളരെ ദേഷ്യം കൊണ്ട് കുറേ കമൻറ്റുകളിട്ടു. ഞാൻ അതിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ സംവിധായകനായിട്ടുള്ള ആഷിഖ് അബു പറഞ്ഞു, I respect the comments of my viewers. Does that mean that you don't? See, I don't like people coming. Facebook is interactive. എൻ്റെ ഫോണിലുണ്ട്, എൻ്റെ ഐപാഡിലുണ്ട്. Most of the time we are sitting and waiting for a shot, waiting in the airport, traveling by car,
ഇതിലല്ലേ. So you are able to answer. പക്ഷേ എൻ്റെ പേജിൽ വന്ന് even before the picture has been released into the theatre, അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്താൽ you will get what I feel. Irritated. I'm not irritated, I will give it back as good. പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു പിന്നെ ആ കമൻറ്റുകൾ പിന്നെ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. No, I didn't. Still it is there? It is there. I think it is there. I think it is there. It's all there. You didn't? I didn't delete anything. I don't think I have deleted, no. പക്ഷെ അന്ന് താങ്കൾ നൽകിയൊരു ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ ഈ ക്രിറ്റിക്സിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കുന്ന കേട്ടു. യവന്മാരെ കുക്ക് ചെയ്ത് കണക്കൊരു പടം ഇറക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടു. No. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു അനോളജി പറയുകയാണെങ്കിൽ ഹൗ കൻ യു ക്രിറ്റിസൈസ് the Prime Minister of the country? Can you rule better than him? No, I can't. No, so then, see, look, the thing is, cinema എന്ന് പറയുന്ന ഒരു സംഭവം, anyone is allowed to criticize it. Because everyone has a filmmaker ability, you know, thinks that he's a filmmaker, or thinks അവന് ചെയ്യാൻ ഒക്കുമെന്ന്. They don't know that it is a tough path. ഈ സിനിമ ക്രിറ്റിക്സ് എന്ന് പറയുന്ന, either you have this, you see, cinema critics like Francois Truffaut, who became a filmmaker. So I am talking about the general lack of tolerance in our society, even religiously, politically, even in the case of cinema. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മതത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് സിനിമയിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോശം സൂചനയായിട്ടാണ് താങ്കളുടെ കമൻറ്റുകൾ അന്ന് ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടിയത് ടാഗായിട്ടാണ്. അപ്പം ഒരു അഭിനേതാവ് ഇത്ര ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് എന്ത് എന്നുള്ള, അപ്പോൾ നമ്മുടെ ഒരു ജനറൽ ലെവൽ ഓഫ് ഇൻടോളറൻസിനെ കുറിച്ച്. No, did you read the comment and the answer to the comment? But I thought you were forthright and sincere, but still you were എന്താണ്, മേ ബി അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഇവനൊക്കെ ഇങ്ങനെ പറയാൻ. അത് താങ്കൾ അതേ കണക്ക് അങ്ങ് എഴുതുകയായിരുന്നു. യു ആർ കോളിംഗ് സ്പേഡ് എ സ്പേഡ്. Is that wrong? That is not wrong. That will make you an honest man, but still at the same time, I don't care for. You are not playing according to the rules. I don't play according to the rules. And rules, what are the rules? Rules are only one. Don't hurt a person. Condescending, contemptuous. There are certain things that you know. I don't know. Condescending, contemptuous. No, I'm of contempt to anyone who is not tolerant to other people. If you're not tolerant, then I'm contemptuous of you. If you say, why should I take an opinion of a person who just before, especially Idiki Gold edutharum, you will find that whenever Ashik Abu releases a picture, there is a whole lot of people idle on the net who are active. They are placing comments. അല്ല, മാത്രമല്ല, ഞാനത് വളരെ പ്രസക്തമായി രഞ്ജിത്തിന് പോലെയുള്ള ഒരു സംവിധായകൻ നല്ലത് മാത്രം കേട്ട് ശീലിക്കണമെന്നുള്ള നിർബന്ധം. ഇപ്പോൾ അടുത്തിടെ തന്നെ പച്ചക്കുതിരയിലാണെന്ന് തോന്നുന്നു ഒരു ലേഖനം വരികയുണ്ടായി. ആരുടെ ആയിരുന്നല്ലേ ഒരു ലേഖനം വരികയുണ്ടായി. അതിനകത്ത് ഒരു റൈറ്റർ പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ ആണ്, ഈ അങ്ങനെ നല്ലത് മാത്രം കേട്ട് ഇപ്പോൾ ഒരു എതിരായിട്ടുള്ള ഒരു കമൻറ്റ് വരികയാണെങ്കിൽ രഞ്ജിത്തിന് പണ്ട് ഫോൺ എടുത്തുനിന്ന് കറക്കി പറയാൻ മതിയായിരുന്നു, അതായത് അത് ഇടരുത് എന്നുള്ളത്. ഇനിയിപ്പോൾ അത് അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ഫോണുകൾ കറക്കേണ്ടി വരും. സിനിമാ നിരൂപണം എന്ന് പറയുന്നതും ഒക്കെ ഈ സംവിധായകനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ്, അതിനോട് പ്രതികരിക്കുന്ന ആദ്യത്തെ ഐ തിങ്ക് യു വിൽ അഡ്ജസ്റ്റ് ലേറ്റർ. You know what I like about the social media? ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഒരു പത്രമുണ്ട്. Okay? It is as much I can express my opinion. Before only the papers could do it. അപ്പോൾ ഒരു പേപ്പർ നമ്മളെ പറ്റി തെറി എഴുതിയെന്ന് വെച്ചോ, and we go to court and prove it to them wrong. Yes. In the absence of malice, they will put your thing on the fourth page. Nobody will notice. Nobody will notice. Only the negative will. So they had the complete gigantic control over what they want to express. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് everyone can express. It's a freedom. ഇപ്പോൾ ദിലീപ് തന്നെ ഏതാണ്ടൊക്കെ പേഴ്സണൽ വെൻഡറ്റ ഒരു പേപ്പറിൽ എഴുതിയിട്ടു, അത് മൊത്തം സ്പ്ലാഷ് ആയി. അതിൽ നിന്നാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമൻറ്റുകളിൽ നിന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ ഇൻടോളറൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾ കുറച്ചുകൂടി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളൊരു. See,
ഇമ്മെച്യൂരിറ്റി, ടോളറൻസ് എന്നൊക്കെ വരുന്ന നമ്മൾ വളർന്ന് വരുമ്പോൾ വെൻ വി സീ തിങ്സ് വി മേഡ് മിസ്റ്റേക്സ്, വി മേക്ക് മിസ്റ്റേക്സ്. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സാണ്. ആരും തെറ്റ് ചെയ്യാത്ത മനുഷ്യനോ ഒരു റോങ് ഒപ്പീനിയൻ പറഞ്ഞ മനുഷ്യനോ ഇല്ല. ബട്ട് യു ലേൺ and you become more mature, you become more solid, then you realize that life is just this short. അതൊക്കെ വരുമ്പോൾ and you get a little അത് എത്ര ഷെയർ ചെയ്യപ്പെട്ടെന്നറിയോ കമൻറ്റ് സാറിന്? സാറിൻ്റെ കമൻറ്റ് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടത്. It reaches so many people. It doesn't make a difference to me. Okay. അപ്പോൾ എന്തു പറയുന്നു? What? I used the 4-letter word. I said, yes. I said fuck off, Yes. which is a common word. In the English language now, it's a common word. Yes. You also write Malayalam in English. Yeah. Yeah, because I don't have the Malayalam font also, and it take me a long time to get it. ഞാൻ റഫീഖാൻ MCC-യിൽ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അപ്പോൾ ലക്കി എൻ്റെ പേപ്പർ എൻ്റെ ലെക്ചറേഴ്സിനാണ് പോയത്. അപ്പോൾ ഒരു കൊച്ചുമേന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണ് പോയത്. അപ്പോൾ പാസ്സാക്കി വിട്ടിട്ടുണ്ട്. പ്രതാപിൻ്റെ അക്ഷരത്തെറ്റൊക്കെ കണ്ടിട്ട് പ്രതാപിൻ്റെ പേപ്പർ മനസ്സിലായി പാസ്സാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചില ഗൗരവമായിട്ടുള്ള ചോദ്യം വന്നിരിക്കുക. താങ്കളുടെ ബാല്യം, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ്, യൗവനം, അതുപോലെ തന്നെ സിനിമയിൽ വരുന്ന കാലഘട്ടം, വിവാഹം, ഒരുപക്ഷെ താങ്കൾ ഏറ്റവും കൂടുതൽ ഹാൻഡ് ഷേക്ക് ചെയ്തിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഏകാന്തതയായിരിക്കും, ലോൺലിനെസ്. ചിലപ്പം നമ്മളൊരു തൃശ്ശൂർ പൂരത്തിൽ പോയി നിൽക്കുമ്പോഴും ഒറ്റയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ? ആളുകളുടെ നടുക്കും ആൾക്കൂട്ടത്തിൽ തന്നെ. എന്ത് പറയുന്നു താങ്കളുടെ ഒരു ഏകാന്തത, താങ്കളുടെ ഒരു ഷെയ്ഡ്, പേഴ്സണാലിറ്റി തന്നെ ഒരു ഷെയ്ഡായിട്ട്? യെസ്, ബേസിക്കലി എനിക്ക് ലോൺ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഐ ലൈക്ക് ടു സ്പെൻഡ് മൈ ടൈം ബൈ മൈ സെൽഫ്, യു നോ, ബിക്കോസ് ലൈഫ് ഇസ് ലെസ് കോംപ്ലിക്കേറ്റഡ്. And if I want to express my opinion, I've got now Facebook to express my opinion on. And I feel that every man should have an own time. And I'm not, you know, I don't go to parties, very rare, unless it's a very close friend. അങ്ങനെ ഞാൻ പോകത്തുള്ളൂ. അല്ലെങ്കിൽ I'd rather prefer my... Are you nostalgic about your Trivandrum? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പറിച്ചു നടലായിരുന്നല്ലോ, ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അതൊരു വല്ലാത്തൊരു അമ്മയെ ഒരു കുട്ടിയുടെ മാതാവിൻ്റെ മാർദ്ദത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആദ്യ ദിവസങ്ങളിൽ. എന്നെ കൊണ്ടുപോകുന്ന ഒരു മുലക്കുപ്പി, ഞാൻ എപ്പോഴും മുലക്കുപ്പിയിലായിരുന്നു പാല് കുടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ പറഞ്ഞത് ഐ വാസ് വെരി വെരി ഷൈ. യെസ്, ബട്ട് ആ സ്ട്രെങ്ത് ഓഫ് ബീയിങ് 5 years old in a boarding school എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. I know how to live with loneliness. I know how to face life. Even if I'm put down, I know how to fight and come up. അച്ഛനും അമ്മയൊക്കെ എത്ര നാൾക്കിടയിൽ വരുമായിരുന്നു? How frequent they used to visit you? മെയിൽ ഒരു പ്രാവശ്യം വരുമായിരുന്നു, നമ്മുടെ ഫൗണ്ടേഴ്സ് ഡേയിനൊക്കെ അപ്പോൾ വരുമായിരുന്നു. ദാറ്റ് വിൽ ബി ഫോർ അബൌട്ട് 4-5 days അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ദെൻ ഹോളിഡേയ്സ് 2 മാസം. അപ്പോൾ ഇതിനിടയിൽ എഴുതും, അച്ഛനും അമ്മയും കത്തെഴുതായിരുന്നു, അമ്മ പപ്പ എഴുതായിരുന്നു. ബട്ട് ഇൻഫ്രീക്വൻ്റ് ആയിരുന്നു. ബിക്കോസ് അപ്പോഴത്തെ പോസ്റ്റൽ സിസ്റ്റമൊക്കെ ഇറ്റ് ടേക്ക് 1 week. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ എത്താൻ ഇറ്റ് ടേക്ക് 1 week. അപ്പോൾ അതൊരു 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ അച്ഛനും അമ്മയും ഇടയ്ക്ക് എഴുതുന്നു, വേറെ പണം മണി ഓർഡറായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അല്ല, നമുക്കവിടെ വി ആർ നോട്ട് അലൗഡ് മണി. അവിടെ സ്ട്രൈ ആയിട്ടാണ് ഇതൊക്കെ കാശൊക്കെ കിട്ടുന്നത്. നോട്ട് അലൗഡ് ടു കീപ്പ് ഇന്ത്യൻ മണി. നമുക്ക് അവിടെ ടോക്കൺസ് വരും. അത് അവിടെ ഒരു ടക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലം. ഈ ടോക്കൺസ് കൊണ്ടുപോയി നമ്മളവിടെ കൊടുത്തിട്ട് ടോക്കൺ സിസ്റ്റം കറപ്റ്റ് ആവാനൊരു സാധ്യതയില്ല. ഇല്ല. ശരി. പക്ഷേ എനിക്ക് ഒരുത്തനെ അറിയാമായിരുന്നു, ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അനൗൺസ് ചെയ്ത വൈറ്റ് പ്ലാസ്റ്റിക് കോയിന് 1 പൈസ ഇതുണ്ടായിരുന്നു. അതിന് വാല്യൂ ഇല്ല, അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് അത് മുഴുവൻ കളക്ട് ചെയ്തു. പിന്നെ അതിന് വാല്യൂ കൂട്ടിയപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒരുപാട് വൈറ്റ് കോയിൻസ് സോ ഈ മേഡ് എ ബിഗ് പ്രോഫിറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു മൈക്കിൾ ഹോസ്ബ്രോ എന്ന് പറഞ്ഞത്, ഇംഗ്ലീഷുകാരനായിരുന്നു.
പഠിക്കാൻ എങ്ങനെയായിരുന്നു? ബ്രില്യൻ്റ് ആയിരുന്നു? No, I was, the troublemaker in class എന്ന് പറയാം. But for me, I had an attention deficiency problem also. So, മാർക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Good marks. I mean, my finals I did well. ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നായിരുന്നു? And the favorite subjects are from English literature, history, അങ്ങനത്തെ ഇതായിരുന്നു. സയൻസ്? Science was very bad at. കണക്ക് even worse. സിനിമാക്കാരുടെ പൊതുവെ ഒരു വീക്ക്നെസ് ആണ് കണക്കും സയൻസ് അല്ലേ? But then later on in life, നമ്മൾ കോളേജിൽ വരുമ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ എക്സ്പോസ് ചെയ്യും ടു അതർ തിങ്സ്. അല്ല, നമ്മൾ സ്കൂളിൽ നിർത്താം. സ്കൂളിൽ ഈ ട്രബിൾ മേക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് യു ആർ നോട്ട് ആക്ച്വലി എ ബിഗ് ഫെലോ. No, I was the smallest. എന്തായിരുന്നു ഈ കൂട്ടങ്ങളിൽ, ഗ്രൂപ്പുകളിൽ താങ്കളുടെ റോൾ? I used to be a big troublemaker, because നമ്മളൊരു rich man's son ആയിരുന്നു. പക്ഷേ I used to get beaten first by every master. ആദ്യത്തെ അടി എനിക്കായിരിക്കും. കൂട്ടുകാരിൽ നിന്ന് ബുള്ളിങ് ഒക്കെ? ഭയങ്കര ബുള്ളിങ് അല്ലായിരുന്നു in school. പരാതിപ്പെട്ടിട്ടുണ്ടോ? I have bullied, they have bullied me. അല്ല, കൊച്ചുകുട്ടിയല്ലേ, കുഞ്ഞനല്ലേ? I was petrified. കൊച്ചാകുമ്പോൾ you are petrified. അപ്പം ടീച്ചേഴ്സിനോടൊക്കെ പോയി പരാതി പറയുമായിരുന്നു അതോ ഡോണ്ട് മൈൻഡ്? അതാണ് വൺ തിങ് യു ഹാവ് ടു ലേൺ ഇൻ പബ്ലിക് സ്കൂളിൽ. നമ്മൾ ആരെങ്കിലും പറ്റി പോയി പരാതി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. യു ആർ നോട്ട് ടേക്കൺ ഇൻ ടു എനി ഗ്രൂപ്പ് അഗൈൻ. ശരി. അപ്പോൾ കൊടുക്കുക, കൊള്ളുക, അടിച്ചടിച്ച് നിൽക്കുക. നമുക്കൊരു പാസിംഗ് ഡൗൺ റാപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യത്തവൻ മറ്റവനെ അടിക്കും, മറ്റവനെ അടിക്കും, മറ്റവനെ അടിക്കും, പിന്നെ തിരിച്ചിങ്ങോട്ട് അടിച്ചോട്ട്. അപ്പോൾ ഈ ഇടുക്കി ഗോൾഡിൻ്റെ അതിനകത്ത് ഈ പറഞ്ഞ പഴയ സുഹൃത്തുക്കളുടെ ഒരു സമാഗമമാണല്ലോ. അതേ കണക്ക് ആ 5 വർഷം, എത്ര 6 വർഷം അല്ലേ സ്കൂളിൽ? 6 വർഷത്തിൽ അല്ല, ഞാൻ സ്കൂളിൽ 5 വയസ്സ് തൊട്ട് 11th വരെ. 11th വരെ. അപ്പോൾ എത്ര? 11 വർഷം. 11 വർഷം. ഈ 11 വർഷം കൂടെ പഠിച്ച ആൾക്കാരുണ്ടോ? ഉണ്ട്. അവരെയൊക്കെ ഇപ്പോഴും നല്ല ബന്ധം. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അരുൺ കുമാർ. ഹി വാസ് ഇൻ മൈ ക്ലാസ്മേറ്റ്. ടുഡേ ഹി ഈസ് ദ കോമേഴ്സ് സെക്രട്ടറി ഓഫ് ഒബാമ. ഹി വാസ് എ സയൻസ് മാൻ. യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് സയൻസ് ഗ്രൂപ്പും സയൻസ് ടാലൻറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയ ആളാണ് അരുൺ. ഹി സ്റ്റിൽ റിമെയിൻസ് എ ക്ലോസ് ഫ്രണ്ട്. നമ്മുടെ 68 ബാച്ചിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽസ് അയച്ചിട്ട് വി ഹവ് കെപ്റ്റ് ഇൻ ടച്ച് വിത്ത് ഈച്ച് അതർ. മോസ്റ്റ് ഓഫ് ദം വെരി ഹൈ പൊസിഷൻസിലാണ്. നിങ്ങളുടെ സ്കൂളിൽ ശിക്ഷ, അടി ശരിക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ലൗഡേൽ വെരി ബാഡ്. ആരടിക്കുന്നു? അധ്യാപകർ, സ്ത്രീയും അധ്യാപകരും മാനേജർ, പ്രീഫെക്സും ഹെഡ് ബോയും എല്ലാവരും. We have taken a lot of hits, punishments, slapping. You were slapped in the school? That was a common thing. By whom? By so many big. You do something wrong, they'll slap you. Slap you. Not only that. മുറുകാസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് കൈ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം. പിന്നെ ഇങ്ങനെ കൈ പൊക്കിയിട്ട് ബുക്കൊക്കെ വെച്ചിട്ട് and you drop it, they'll hit you. So it's a brutal school. The school was brutal. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ? ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആ സമയത്ത് ഇറ്റ് വാസ് ബ്രൂട്ടൽ. ബട്ട് ദാറ്റ് ടഫൻഡ് യു അപ്പ്. ഐ ഡോണ്ട് ലുക്ക് ഡൗൺ. എനിവേ യു ഹാവ് ടു ടേക്ക് അപ്പ്, ബിക്കോസ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പം അടി കൊണ്ടിട്ട് എനിക്ക് തഴമ്പ് അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നോണം വലിയ കാര്യമൊന്നുമില്ല. അടി കൊള്ളുമ്പോൾ പിന്നെ തഴമ്പ് വന്നു പോയി. പക്ഷെ അത് ആ സ്കൂള് ലൈഫ് താങ്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല? ഒരുപാട് ടോർച്ച്, ഇത്രയും അടിയും ബഹളവും ഒക്കെ എന്താണ് ഈ ഓരോ എനിക്ക് ഞാനിപ്പോൾ ദാറ്റ് മൊമെന്റ്, നമ്മൾ ആ മൊമെന്റിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ഹേർട്ട് മീ. അതാണ് അത്. മറ്റേ സാറ് പറഞ്ഞത് ഒരു ഫിലോസഫിക്കൽ കൺസലേഷൻ. അത് നോർമലി യു ഹാവ് ടു ദാറ്റ് കനോട്ട് ബി ക്യൂർഡ്, ഷുഡ് ബി ടോളറേറ്റഡ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ടഫൻ ആയെന്നേ പറയാൻ പറ്റും. പക്ഷേ 5 വയസ്സുകാരനായ ഒരു കുട്ടി ഇങ്ങനെ ചെന്നിട്ട് ഈ സ്ലാപ്പ് 5 വയസ്സിലൊന്നും അത്ര ഇല്ലായിരുന്നു. മെനിയൊന്ന് പ്രിപ്പറേറ്ററി സ്കൂൾ അത്ര ഇല്ലായിരുന്നു. ആഫ്റ്റർ യു റീച്ച് ദ 5th സ്റ്റാൻഡേർഡ് അത് ജൂനിയർ സ്കൂളിലോട്ട് പോകും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചെറിയ ക്ലാസ് എന്തൊക്കെ കാരണങ്ങൾക്കായി, എന്തൊക്കെ കുറ്റങ്ങൾക്കാണ് മർദ്ദിച്ചുകൊണ്ട്? എന്ത് കുറ്റങ്ങളാണ്? മാർക്ക് കുറഞ്ഞതിനോട്ട്? ഇല്ല, മാർക്ക് കുറയുന്നതിന് അധികം അടിയില്ലായിരുന്നു. അത് വീട്ടിലടിക്കായിരുന്നു. ഇല്ല, മൈ ഫാദർ ഡിഡ് നോട്ട് ടച്ച് മീ. അച്ഛൻ അടിക്കുകയില്ല?
അടിക്കും, ബട്ട് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. കുഞ്ഞൻ. ബിക്കോസ് ഐ വാസ് ദി യംഗസ്റ്റ്. എനിക്ക് 12 വർഷം വ്യത്യാസം ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയ ആളുമായിട്ട് 12 വയസ്സ് വ്യത്യാസം. ആ, ഹരിപോത്തിനും ഞാനുമായിട്ട് 12 വയസ്സുണ്ട്. ഹരിപോട്ടന് ബിഗ് ബ്രദർ ആയിരുന്നു. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ശിക്ഷ സ്കൂളിലെ ശിക്ഷകളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനമായിട്ട് ഈ കുസൃതികൾ കാണിക്കുന്നതിനാണോ ഈ മാരകമായി? അതെ അതെ. അത് അച്ഛനെ എഴുതിയിട്ടുണ്ടോ? അച്ഛനെ എഴുതി പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ അമ്മയോടൊക്കെ? ഞാൻ എനിക്കിങ്ങനെ ഇത്രയും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇല്ല, നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ സെൻസേർഡ് ആയിരുന്നു. പാട്ട് ഓൾ സെൻസേർഡ്. നോക്കി യു ഹാവ് ദ ടീച്ചർ വിൽ റീഡ് ഇറ്റ്. അപ്പോൾ ഇതൊരു ഈ തടവറ പോലെയായിരുന്നു. ഒളിച്ചോടി പോകണം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊട്ടിയിലൊക്കെ പോകും. നമ്മൾ വി യൂസ് ടു ബ്രേക്ക് ദ റൂൾസ് ഓൾ ദ ടൈം. പക്ഷെ അത് പിടിച്ചാൽ പിന്നെ പോക്കാം. അപ്പോൾ ഈ ആലോചിച്ച് നോക്കി, ഞാൻ പലപ്പോഴും അത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇത്രയൊരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കാര്യം, അപ്പോൾ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയോടും ഭയങ്കരമായിട്ട് അമർഷം തോന്നിയിട്ടുണ്ടോ? ഒരു ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണല്ലോ. എത്ര പൈസ ചിലപ്പം ലോൺലിനെസ്, എന്തിനാ എന്നെ കൊണ്ടുപോയി ഇവിടെ വിട്ടത്, എന്തിനാ കരഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റി ഓർമ്മയില്ല. അപ്പോൾ ശരി. അത് കഴിഞ്ഞിട്ട് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോഴും ശിക്ഷകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ കോളേജിൻ്റെ നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ നമ്മളായിരിക്കും kings. So you were ragged and you did ragging. Both. But we weren't. എനിക്ക് അടിക്കാനുള്ള ഇതില്ലായിരുന്നു. I was the shortest fellow in my class. അല്ല, സീനിയർ ആയി കഴിഞ്ഞാൽ മേളിൽ കയറി അടിക്കാമല്ലോ. ഈ കൊച്ചു കുട്ടികൾ ഇപ്പോൾ 10ലും 9ലും 12ലും ഒക്കെ വന്നപ്പോൾ യു ആർ ദ സീനിയർ. സോ ഈ കുട്ടികളെ ബുള്ളിങ് ഉണ്ട്. എൻ്റെ ഷൂ പോളിഷ് ചെയ്ത് മറ്റേതൊക്കെ എൻ്റെ കബേർഡ് ക്ലീൻ ചെയ്ത് വെക്കാൻ ഈ പിള്ളേരെ വിളിച്ചോണ്ട്. അപ്പോൾ താങ്കളെല്ലാം ചെയ്തിട്ടുണ്ട് കൊച്ചുനാളിൽ? പിന്നെ സീനിയേഴ്സിന് ചെയ്തു കൊടുത്തു. അപ്പോൾ തിരിച്ച് ഇറ്റ്സ് സെയിം തിങ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്ന തോമസ് ആർണൽഡ് എഴുതിയൊരു ബുക്കുണ്ട്, ടോം ബ്രൗൺ സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ റഗ്ബി സ്കൂളിനെ കുറിച്ച്. സെയിം തിങ്. ഓൾ പബ്ലിക് സ്കൂൾസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്ത് അങ്ങനെ അവിടെ കംപ്ലൈൻറ്റിങ് ഇല്ല. എനിവൺ ഹു കംപ്ലൈൻറ്റ് വാസ് ഫിനിഷ്ഡ്. കംപ്ലൈൻറ്റ് ചെയ്താൽ ഫിനിഷ്ഡ്, രണ്ട് കൂട്ടരും. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. അപ്പോൾ ഈ ചെറിയ സ്കൂളിൽ പപ്പി ലവ്സ്, ദാറ്റ് വാസ് ജസ്റ്റ് കയ്യിൽ അവളുടെ ഇനീഷ്യൽ എഴുതിയിട്ട് കാണിക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വാസ് വെരി വെരി ഇന്നസെൻറ്റ് ലവ്. അപ്പോൾ സീരിയസ് ആയിരുന്നില്ല. ടീച്ചേഴ്സ് ഒരു സിനിമ തന്നെ അത് ഡെഫിനറ്റ്ലി. ഇഫ് ദർ വാസ് എ പ്രിറ്റി ടീച്ചർ, ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങൾക്കൊരു വെരി പ്രിറ്റി ടീച്ചർ ഉണ്ടായിരുന്നു, മിസ് പ്രിൻസ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ലോവർ പ്രിപ്പറേറ്ററി സ്കൂളിലായിരുന്നപ്പോൾ ഇവരെ കാണാൻ ഒരുത്തം വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ കാറി വന്നോ അങ്ങനെ ടയറൊക്കെ കുത്തി പഞ്ചറാക്കി ചെയ്തിട്ടുണ്ട്. റിയലി ട്രൂ. ദെൻ എവ്രി വൺ ഭയങ്കര ബഹളമായി, ഇങ്ങനെ ടയറൊക്കെ പോയി. അപ്പോൾ ടീച്ചർ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ ഇത്രയും ശക്തമായി റെസിസ്റ്റ് ചെയ്യുന്ന കാര്യം. ബട്ട് ദാറ്റ് വാസ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആരെയും ചൂണ്ടിക്കാണിക്കാനൊക്കത്തില്ല. ഇത് ആരെങ്കിലും മോബ് മെൻറ്റാലിറ്റി അല്ലേ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എല്ലാവരും. അല്ല, ഈ ചാമരം മോഡൽ എന്തെങ്കിലും വർക്ക് കേട്ടായിരുന്നു? ചാമരം മോഡൽ ഇല്ല, നോ നോട്ട് റിയലി. ഇല്ല, ചാമരം യഥാർത്ഥത്തിൽ സിനിമയിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ബട്ട് ഹാഡ് ഗാങ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ബട്ട് നോട്ട് റിയലി ലൈക്ക് ചാമരം. റിയലി ഒരു ക്രഷ്. ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ടീച്ചേഴ്സ്, ബട്ട് ദേ വർ മെയിൽ ടീച്ചേഴ്സ്. വൺ മിസ്റ്റർ മെക്മാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ച ടീച്ചർ. അങ്ങനെ കാരണം എനിക്ക് ഇപ്പോഴും ജൂലിയസ് സീസർ ഇസ് ഇൻ മൈ മൈൻഡ്, ആസ് യു ലൈക്ക് ഇറ്റ്, പോയട്രി എല്ലാം. അങ്ങനൊരു ഉഗ്രൻ ടീച്ചറായിരുന്നു. ഹി വാസ് സച്ച് എ പെർഫെക്റ്റ് ടീച്ചർ. പിന്നെ എൻ്റെ ആർട്ട് ടീച്ചർ. Where does he belong to? England? അല്ലല്ല, ഹി വാസ് an Anglo-Indian basically, but he died. But he was നമ്മുടെ സ്കൂളിൽ ആരുടെ ഏത് ചെറുക്കനൊക്കെ ചോദിച്ചാലും
he will say he is the ideal teacher. പണിഷ്മെൻ്റ് ഒന്നുമില്ല? No, not really. Not really. എല്ലാവരോടും നല്ല കെയറും. എന്താണ് ആകർഷിച്ചത് ടീച്ചർ എന്ന നിലയിൽ? First of all, his personality. അങ്ങയുടെ പേഴ്സണാലിറ്റി, ഹിസ് വേ ഓഫ് സ്പീക്കിംഗ് ആൻഡ് അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരുന്ന, യു വർ ജസ്റ്റ് കോട്ട് അപ്പ് ഇൻ ഹിസ്. അങ്ങനെ ഒരു ക്യാരക്ടറെ താങ്കൾ സിനിമയിൽ പിന്നെ എങ്ങനെ പുനരാവിഷ്കരിച്ചിട്ടുണ്ടോ? How did you? ഇല്ല, പനീർ പുഷ്പങ്ങൾ വാസ് വെരി ലിറ്റിൽ ലൈക്ക് ദാറ്റ്. മറ്റേ രണ്ടാമത്തെ ടീച്ചർ? രണ്ടാമത്തെ എൻ്റെ ആർട്ട് ടീച്ചർ മിസ്റ്റർ ഡാനിയൽ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ he used to go and tell Mr. McMahon that you should take special care of him because I see an unusual talent in him. You're a painter actually. Painting? I used to paint. In school I gave it up after that. My sister is a painter. Yes, I told her. Yes. പിന്നെ എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലേക്ക് വന്നത്? ശ്രദ്ധ പിടിച്ചു പറ്റാൻ? അല്ല, I was on stage. നമ്മൾ കോളേജിൽ പോയപ്പോൾ then I began to enjoy acting. We used to do drama. സ്കൂളിൽ ചെയ്തിട്ടില്ല? സ്കൂളിൽ because he was the shortest fellow. They won't get you into the stage. അല്ല, കോളേജിലല്ലേ ഏറ്റവും പ്രയാസം? ഷോർട്ടസ്റ്റ് ഫെല്ലോ? ഇല്ല, കോളേജിൽ it was easy. College it was by the time I had grown, you know. And college, Madras Christian College is the most beautiful college I've been to. അപ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ കൂട്ടുകാരുടെ നീയോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നീ എങ്ങനെ ഈ സിനിമയിൽ വന്നു എന്നൊരു അത്ഭുതം അവർക്ക് ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു. എവിടുന്ന്? പക്ഷെ അപ്പോഴും സിനിമയിലൊക്കെ ദേവ ലുക്ക് ഡോൺ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാർട്ടീസിലൊക്കെ പോകുമ്പോൾ ആക്ടറാന്ന് പറയുമ്പോൾ ആക്ടർ മരം ചുറ്റി പാടുവോ, വെള്ള ഷൂ ഇടുവോ, അങ്ങനെയൊക്കെ ഒരു പുച്ഛമായിരുന്നു ആക്ടേഴ്സിന്. ഇപ്പം അവരുടെ പിള്ളേരൊക്കെ ആക്ട് now cinema has become much more. Yes. അപ്പം സ്കൂൾ ഡേയ്സിൽ അവസാനം ഈ പപ്പിലോ അല്ലാതെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങൾ? നോ, സീരിയസ് ആയിട്ട് ഇല്ല, ഒന്നുമില്ല. No, in college, yes. But it was more of a platonic relationship. എന്ന് വെച്ചാൽ we fell in love, but there was no physical. Yes. ഇല്ലായിരുന്നു. Do you believe in platonic love? Yes, I do. You do? Yeah, there is a kind of platonic relationship. But no, the underlying of every platonic relationship, if you have a man-woman relationship, you are having a platonic relationship only because of morsum, morality, the codes. At that time it was not kosher, or Hebrew word ഉപയോഗിച്ച. ഈ സ്വന്തം നിലയിൽ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് കേട്ടോ, സ്വന്തം കപ്പാസിറ്റിയിൽ, ഐ മീൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, വീട്ടിലൊക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നത്? ട്രെയിനകത്ത്? ബാച്ച് അപ്പോൾ പറഞ്ഞേൽപ്പിക്കും എല്ലാ വർഷവും? ഭയങ്കര രസമായിരിക്കുമല്ലോ. അയ്യോ, ഇവിടുന്ന് വെല്ലിംഗ്ടൺ ബ്രിഡ്ജിൽ നിന്നാണ് നമ്മളെ കയറ്റി വിടുന്നത്. ഇറ്റ് യൂസ് ടു ബി ഹോറിബിൾ. തിരിച്ച് പോകുന്ന ഒരു ഹോറിബിൾ ഫീലിംഗ് ആയിരുന്നു വീട് വിട്ട് പോകുന്നു. പിന്നെ എപ്പോഴും ഹംഗ്രി ആയിരുന്നു നമ്മളവിടെ. അവിടെ തണുത്ത സ്ഥലമല്ലായിരുന്നു. സോ അന്ന് ഈ ഫയർ വുഡ് ചേച്ചിട്ട് ഇത്രയും പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന നമുക്ക് കോൾഡ് ഫുഡും ഹോർബിൾ ഫുഡും ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് എ കോൺസെൻട്രേഷൻ ക്യാമ്പ് മാതിരിയായിരുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല. ഐ ഫെൽറ്റ് ദാറ്റ് ലോറൻസ് എക്സ്പീരിയൻസ് ഹസ് മെയ്ഡ് മീ വാട്ട് ഐ ആം. You could have been some other thing also. You could have been better. Could have been worse. പക്ഷേ എന്നാലും താങ്കൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അച്ഛന് നല്ല പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പബ്ലിക് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളിലോ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പോയി ഒരു അമ്മയുടെ ഉമ്മ, ചുറ്റുപാത്രം. Yeah, that I always miss. Because ഇതെന്നാ ആവുന്നറിയാമോ, നമ്മൾ when you go into a boarding school, we depend more on friends. Yes. Friends ആയിരിക്കും നമ്മളുടെ ആശ്രയം, അത്താണി. And always through my life it has been friends only. You don't feel that closeness to family as a person. ഒരു സ്കൂളിൽ പഠിച്ചവൻ തിരിച്ച് വീട്ടിൽ പോകുന്ന ആ ക്ലോസ്നെസ് കിട്ടത്തില്ല. അല്ലെ, ഫ്രണ്ട്സിൻ്റെ ഒരു വിഷയം സാധാരണ എല്ലാവരും പറയുന്നത് ഈ മരിച്ചാൽ കരയാൻ ഒരാൾ വേണം, കുറച്ച് പേര് വേണം. ഈ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഒരു ഡയലോഗ്, ഞാൻ മരിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് വിളിച്ച് കരയാനായിട്ടൊരു 10-16 പിള്ളേരെ നീ പ്രസവിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഈ ഫാമിലി റിലേഷൻസിന് അങ്ങനെ ഒരു ഇൻറ്റൻസിറ്റി പറയാറുണ്ട്. ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട്
about the picture I'm doing now, Kalan എന്ന് പറയുന്ന ഒരു പടം is about that. Is how children, ഇപ്പം നമ്മളിപ്പം സ്വാഭാവികമാണ് നമ്മളിപ്പോൾ if you write all your wealth to your child, കിങ് ലിയർ ചെയ്ത മാതിരി എല്ലാം എഴുതി കൊടുത്തെന്ന് വെച്ചോ, വയസ്സിനൊക്കെ ഒരു റെസ്പെക്റ്റും കൊടുക്കത്തില്ല ഇവിടെ. ദേ ആർ ട്രീറ്റഡ് ആസ് കമ്മോഡിറ്റീസ്. കൊച്ചുപിള്ളേരെ എടുത്ത് ലാളിക്കും, പക്ഷെ വയസ്സിനെ ലാളിക്കത്തില്ല. ദേ വോണ്ട് ടു ടേക്ക് യു ആൻഡ് പുട്ട് യു ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം. അത്രയും തലവേദന പോയി. താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇപ്പോൾ താങ്കൾ വി ആർ ഓൾ ഗെറ്റിംഗ് ഓൾഡർ, ഡേ ബൈ ഡേ, മിനിറ്റ് ബൈ മിനിറ്റ്. ഇപ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ചും ശിഷ്ടകാല ജീവിതത്തെക്കുറിച്ചും ഒക്കെ കുറേ ആശങ്കകളുണ്ടാകാം, സ്വപ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഓൾഡ് ഏജ് ഹോം, ഹൗ ഡു യു look forward to? No, I don't look forward to it. The only thing that I hope in my life that my deaths come, എല്ലാവരുടെയും ഒരു hope അല്ലേ ഉറങ്ങുമ്പോൾ അനായാസേന പോകണമെന്ന്. But we can never know what fate holds for us. അതിനെപ്പറ്റി ചിന്തിച്ചാലേ what is the point? What will be will but be. People plan for, even they plan their deaths. Yeah. Even the coffin, they want the color of the coffin. Plenty of people do that. ഒരുപാട് പേരുണ്ട് അങ്ങനെ. പക്ഷേ ഓൺ ദ ഹോൾ അതല്ല സാറേ, ഈ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു കർവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലരും ചിലർ ഭയങ്കര ഭക്തിമാർഗത്തിലേക്ക് പോകുമ്പോൾ വല്ലാതെ ഒലഞ്ഞ് കാണപ്പെടാറുണ്ട്. ഐ കനോട്ട് ഡു മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ യൂസ് ടു ഡു ഇൻ ദ സെയിം വേ. ഒരു വ്യക്തിയുടെ തന്നെ ചിന്താപരമായിട്ടും അവൻ്റെ ഇമോഷണലായിട്ട് നോക്കുമ്പോൾ ഒരു ഒലച്ചിലുണ്ടാവും, റാറ്റിൽ. He's a different, he's no more the same person. അവസാനം നമ്മൾ you will think about the remaining innings, the number of balls you have to face. No, I take it one day at a time. ഞാനിപ്പം I don't think എനിക്ക് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. പറയാനൊക്കത്തില്ല, ഒന്നും പറയാനൊക്കത്തില്ല. അല്ല സാറ് പറഞ്ഞല്ലേ ഇങ്ങനെ എല്ലാ മക്കൾക്ക് they will treat. I have seen so many people have suffered that way. You got a daughter? Huh? I got a daughter. I have told her very clearly, till I die, you are not getting anything. Then you refer to King Lear. You refer to King Lear, yes. Then you have got a daughter. Then that's why I asked the question. ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ കാലശേഷം you can have everything, because I know if I give it to you, I'm a fool. As long as I have money, I can be comfortable. You're alone in November. If I have money, I can hire a nurse if I'm sick to look after me. If you have children to look after you when you are hospital, I don't want to put anyone into that. താങ്കൾ അതെങ്ങനെ കാണുന്നത്? ഇപ്പോൾ പറഞ്ഞു ശരിയാണ്, വളരെ ശരിയായ കാര്യമാണ്. ഈ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആൾക്കാരെ നമ്മൾ 2 പ്രാവശ്യം ആശുപത്രിയിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുന്നു. ഇത് എങ്ങനെ ആകണമെന്നാണ് താങ്കളുടെ ഒരു വീക്ഷണം? That is the way of the world. Nothing can be done about it. താങ്കൾ പറയുന്നത് എല്ലാ പ്രാവശ്യവും പരാതികളില്ലാതെ ആസ്വദിച്ച് കുട്ടികൾ എങ്ങനെ ചെയ്യണമെന്നാണ്? അല്ല, ഞാൻ പറയുന്നത് അവർക്ക് സാധിക്കില്ല. Old people should take care of themselves. As far as possible. As far as possible. Then nursing അങ്ങനെയൊക്കെയുള്ള attendance. Because when you give a nurse money, she is doing her job. മറ്റേത് കാശില്ലാതെ ചെയ്യുമ്പോഴാണ് it becomes a burden. അപ്പോൾ എല്ലാം നമുക്ക് പണം മോണിറ്ററി ടേംസിൽ ഡിഫൈൻ ചെയ്യാം. Most of them. There are good people. They will look after their children. ഒരുപാട് പേരുണ്ട്, അപ്പന്മാരെയും അമ്മമാരെയും നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ മറ്റേ സൈഡുമുണ്ട്. പക്ഷേ ഈ സൈഡാണ് കൂടുതൽ. There are more old age homes. കള്ളനൊരു ഡയലോഗ് ഉണ്ട്. ബെവറേജ് ഇതിനെക്കാട്ടി more old age homes are there in Kerala. And it is a very pathetic sight. എന്ന് വെച്ചാൽ you have written everything and then they ill treat you. അതൊരിക്കലും ഒരു വയസ്സാകുമ്പോൾ ഉണ്ടായിരുന്നു. ബിക്കോസ് വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെ. ഈ പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ താങ്കൾക്ക് ഈ വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ചെയ്യണമെന്നോ അതോ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മാരീഡ് ആസ് ഏർലി ആസ് പോസിബിൾ ചില പറയുമല്ലോ,
പണ്ടേ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതാണോ തോന്നിയത്? അതോ ഒരു ചില സിനിമയിലൊക്കെയുള്ള ആൾക്കാർ അവർ they will postpone to be in the news and in the market. എന്തായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള അന്നത്തെ ഒരു? No, I wanted to get married. You wanted? I wanted it. I wanted it because of various reasons also, and some are selfish, some are otherwise. But totally ഒരു ന്യൂസ് ആക്കാൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. I got married because I found out to be an extremely nice. രാധികയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? She is actually a Tamil actress. Yes, she is the daughter of M.R. Radha. M.R. Radha, yes. One of the many wives. One of the wives' children was Radhika. She's an extremely. I met her when she was very young, and after Karike moved away, then that time. So we kept together for 7 years. We were together as friends and companions. But then I knew it wouldn't work out or something. I don't know. Maybe it is my fault to go to Ari. 8 വർഷം നിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. No, yeah, going around together. Going around. About also making news in the magazines. Yeah. That time anything is news. അന്ന് മാഗസിനൊക്കെ വായിക്കുമായിരുന്നു വളരെ ആവേശത്തോടെ. I don't read gossip. Satyam, I don't read. It irritates me to read it. I don't read gossip magazines, film magazines. ആരാണ് ശരിക്കും പ്രപ്പോസ് ചെയ്തത്? അങ്ങോട്ട് സാറ് പറയുമായിരുന്നു അതോ? No. Arrange എന്താണ്? It was no. It was a kind of a mutual thing, because അതൊരു വേറൊരു കഥയാണ്. There's a lot more in that story. The actresses are by nature ഭയങ്കര, they're not, they want to get married. Actresses. So they will do anything to get married. So you were dragged into it? I wouldn't say dragged into it, but yeah, more or less, because I had that guilty feeling that I should not have done that. I know. I should not, having gone around with her, ഇത്രയും നാൾ അവളുടെ പോയതുകൊണ്ട് it will be unfair of me എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു അമേരിക്കൻ വ്യവസായി അതിനുശേഷം നിങ്ങൾ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം? I have been mostly, അല്ല, രാധിക വേറെ ഒരു വിവാഹം കഴിച്ചില്ലേ? കഴിച്ചായിരുന്നു. ഒരു അമേരിക്കൻ ഒന്നും അല്ലായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ ഫ്രം ശ്രീലങ്ക. അതും ഡിവോഴ്സായോ? അതും ഡിവോഴ്സായി. ഇപ്പോഴോ? ഇപ്പോൾ ഷീസ് വിത്ത് ശരത് കുമാർ അല്ലേ? ശരത് കുമാർ. അത് എത്ര വർഷമായിട്ടുണ്ട്? ഒരു കുറേ വർഷമായല്ലേ? ഇപ്പോൾ പിന്നെ സ്പീക്കിംഗ് ടൈംസിലാണോ? സംസാരിക്കാറുണ്ടോ? പക്ഷേ അങ്ങനെ ജാസ്തി സംസാരിക്കാറില്ല. ബിക്കോസ് you know the history behind it. We don't talk much. എന്നിട്ട് അതിന് എത്ര വർഷം ശേഷം അടുത്ത മാരേജ് വന്നു? 3 years, 4 years, 5 years ആയിരിക്കും. 5 years. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളെ കുറച്ച് ചോദ്യങ്ങൾ അല്പം പ്രകോപനപരമായിരുന്നു. എന്നാലും യു ഹാവ് കണ്ടക്റ്റഡ് യുവർസെൽഫ് എക്സ്ട്രീംലി വെൽ ആൻഡ് glad to. Thank you so much. It was a fantastic interview, in which I have never been to a prepared interview. And I'm very, very proud that you came all the way to interview me. Thank you, sir. Thank you so much.